എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അർജന്റീനയുടെ വിസ എടുക്കാൻ ഡൽഹിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ അവസാനിപ്പിച്ചത് വിസ കിട്ടോ ഇല്ലയോ എന്നറിയില്ല, ആ ഒരു രീതിയിലായിരുന്നു. എൻ്റെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാടായിരിക്കും. വിസ കിട്ടി എൻ്റെ മോനെ. അങ്ങനെ നമ്മുടെ ഡ്രീം ലൊക്കേഷനിലേക്ക്, ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്, അന്റാർട്ടിക്ക. എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കുകയുണ്ട്, ഒരു രക്ഷയില്ല. ഈ വിസ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പോകുന്ന വഴി ഞാൻ പറയാം. ഞാൻ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്, എത്യോപ്യൻ എയർലൈൻസ് ആണ് ബുക്ക് ചെയ്തേക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. ശരിക്കും ഇത് ഭയങ്കര ആഗ്രഹിച്ച ഒരു ട്രിപ്പാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഏകദേശം 10-32 മണിക്കൂർ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്ത് വേണം നമ്മൾ അവിടെ എത്താനായിട്ട്. ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ഒരു ആദ്യത്തെ യാത്ര. നമ്മൾ പുതിയതായിട്ട് 2 ഭൂഖണ്ഡങ്ങളിലോട്ട് പോവാണ്. ഒന്ന് സൗത്ത് അമേരിക്കയും പിന്നെ അന്റാർട്ടിക്കയും. ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, ഒരു ചെറുപ്പം മുതലൊരു ആഗ്രഹമാണ്. പ്രത്യേകിച്ച് അവിടെ എന്താ കാണാനുള്ളതെന്ന് വെച്ചാൽ കുറെ മഞ്ഞും പിങ്കിനും എല്ലാം കണ്ട് സത്യം പറഞ്ഞാൽ പിന്നെ ഒരു ഭൂഖണ്ഡം എന്ന രീതിയിലാണെങ്കിലും, പക്ഷെ അത് നമുക്ക് എന്നെ എപ്പോഴും ഇങ്ങനെ ഈ എവറസ്റ്റ് യാത്ര ഇങ്ങനെ നമുക്ക് അതേപോലത്തെ ഒരു ഡ്രീം ലൊക്കേഷൻ ആയിരുന്നു. അത് നമ്മൾ എവറസ്റ്റ് പോയി കണ്ടു. അതേപോലെ നമ്മൾ അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി, പെങ്കിനെയൊക്കെ കാണാൻ പോവാ നേരിട്ട് പോയിട്ട്. ഭയങ്കര ഇതാണ്. എനിക്ക് കുറേ പേരുടെ നന്ദി പറയാനുണ്ട്. കുറേ പേര് നമ്മളെ ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനാണ് ആക്ച്വലി എനിക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ, ഏത് ഷിപ്പാണ് നല്ലത്, എങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെ കുറേ ഇൻഫർമേഷൻസ് പറഞ്ഞ് തരാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ജിഷ്ണു ചേട്ടനാണ്. പുള്ളി USA-ലാണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് നമ്മൾ ഈ സീരീസിൽ തന്നെ നമ്മൾ കാണും, അർജന്റീനയിൽ വെച്ച് മീറ്റ് ചെയ്യും. പിന്നെ അനൂപ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അനൂപ് നമുക്ക് നമ്മുടെ വീഡിയോയിൽ സബ്ടൈറ്റിലൊക്കെ ചെയ്തു തന്നത് അനൂപാണ്. അതുപോലെ എനിക്ക് കുറേ മെയിലും കാര്യങ്ങളൊക്കെ അയക്കാണ്ടായിരുന്നു. അത് നന്നായിട്ട് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് തന്നതും കുറേ കാര്യങ്ങൾ എനിക്ക് ഡിസ്കൗണ്ട് വരെ കിട്ടാനുള്ള കാരണം ഈ അനൂപും കൂടിയാണ്, പുള്ളിയുടെ മെയിൽ കാരണം. അപ്പം അനൂപിന് പ്രത്യേകം നന്ദി പറയണം. വേറെ കാര്യമുള്ളത്, നമുക്ക് ഇതുപോലെ മെയിലൊക്കെ അയച്ച് നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതായത് ക്രൂയിസ് ഷിപ്പ് കമ്പനിയാണ്, നമ്മൾ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷിപ്പിലാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മൊത്തം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ അവരെനിക്ക് നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് തന്നായിരുന്നു. അതായത് അറൗണ്ട് ഒരു $4700, 5 ലക്ഷം രൂപയുടെ അടുത്ത്. നമുക്ക് ഈ ഒരു ട്രിപ്പ് ഭീകര എക്സ്പെൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത്രയും എമൗണ്ട് എനിക്ക് അവർ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. ബാക്കി ഞാൻ എത്ര ടോട്ടൽ ചിലവായി എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ആളാണ് നമ്മുടെ മാംഗോ മെഡേഴ്സിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നമ്മുടെ NK കുര്യൻ സാറ്. ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് കടുത്തുരുത്തിയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്കാണ് നമ്മുടെ മാംഗോ മെഡോസ്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. നമ്മളെ കുര്യൻ സാറിനെ കാണും. അപ്പോൾ സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയും നമ്മുടെ ഒരു ഇത് അറിയിക്കുകയാണ്. നമ്മുടെ ഫ്രഷ് എയറിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഞാൻ കുര്യൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ബാക്കി യാത്രകളെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ വഴിയെ പറയാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസിലാണ്. മാംഗോ മെഡോസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ തീം പാർക്ക്. അപ്പോൾ അതിൻ്റെ സാരഥിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്, നമ്മുടെ NK കുര്യൻ സാറ്. നമ്മളപ്പോൾ അന്റാർട്ടിക്കയിലോട്ട് യാത്ര പോവാണ്. എൻ്റെ ഒരു ഡ്രീം ലൊക്കേഷനാണ്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ സാറ് ശരിക്കും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാറേ വളരെ നന്ദിയുണ്ട്, താങ്ക് യു. എന്തായാലും ഇതൊരു വലിയൊരു ഇവന്റ് ആണ്. കാരണം അന്റാർട്ടിക്ക പോലുള്ള സ്ഥലത്തേക്ക് ഇതുവരെ അങ്ങനെ അധികം ആൾക്കാർ പോകാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ആൾക്കാർ ഒരുപാട് പേര് അതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് മലയാളികൾക്കെല്ലാം ഒരു വിജ്ഞാനത്തിനും വിനോദത്തിനും ഒപ്പം വിനോദം എന്ന് ഉദ്ദേശിക്കുന്നത് ഷെറിൻസിന്റെ സംഭാഷണം തന്നെ ഒരു വിനോദം പോലെയാണ്. അത് മീൻസ് ഒരു എന്താ പറയുക, ഒരു തൊട്ടടുത്ത അയൽക്കാരൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളിലൊരാൾ, സഹോദരങ്ങളിലൊരാൾ പോലെ സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഷെറിൻസിന്റെ ഒരു രീതി. അതായത് തേരാപ്പാരയിൽ നിന്നാണ് ശരിക്കും, തേരാപ്പാരയ്ക്ക് മുമ്പ് ഷെറിൻസ് ആരംഭിക്കുന്ന കാലത്ത് മാംഗോ മെഡോസ് വന്ന് ചാടിയിട്ട് ഞാൻ അറിഞ്ഞു പോലുമില്ല, പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ഷെറിൻസിന്റെ ആ വീഡിയോ ഞാൻ കണ്ടു. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരാൾ വന്നിരുന്നത് പോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെയാണ് പിന്നെ ഷെറിൻസിനെ ബന്ധപ്പെടുന്നത്. കാരണം അത് നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ആ കാലത്ത് തന്നെ, തുടങ്ങിയ കാലത്ത് തന്നെ, ഷെറിൻസ് തുടങ്ങുന്ന കാലത്തായിരുന്നു എനിക്ക് തോന്നുന്നത് അത് വന്നത്. 2017 5 വർഷം മുമ്പൊക്കെ. 5 വർഷം മുമ്പ്, അഞ്ചല്ല 18 കിലോമീറ്റർ, 2018 കിലോമീറ്റർ. അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്. അതെ. അത് പക്ഷേ നല്ല റീച്ച് കിട്ടുകയും ആൾക്കാർ അതിനോട് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ ഷെറിൻസിന്റെ നമ്പർ സംഘടിപ്പിച്ചാണ് ഞാൻ പിന്നെ രണ്ടാമത് ഷെറിൻസിനെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവിടെ വന്നായിരുന്നല്ലോ, താങ്ക് യു ഒക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അന്ന് നമുക്കറിയില്ലല്ലോ, നമുക്ക് ബന്ധപ്പെട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ എന്താ പറയുക, എപ്പോഴും ഞാൻ അത് ഷെറിൻസിന്റെ ഒരു ഡെവലപ്മെന്റ് വരുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ മീൻസ് അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. പിന്നീട് ആ തേരാപ്പാര, എറണാകുളത്തെ തേരാപ്പാര ശരിക്കും ആ കൊറോണ സമയത്ത്
അത് ശരിക്കും അതിനകത്താണ് പിന്നെ കൂടുതൽ ആൾക്കാര് വയറിലൊക്കെ അതോടുകൂടി പിന്നെ പല പ്രാവശ്യം നമ്മുടെ മാങ്ങ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഷെറിൻസ് നമ്മുടെ കൂടെ കൊറോണ കഴിഞ്ഞ് നമ്മളൊരു വലിയ ഒരു ജപ്തി ഭീഷണിയിലും അതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയപ്പോഴത്തേന് എൻ്റെ സഹോദരങ്ങളെ പോലെ ഓടി വന്ന് സഹായിച്ച ആൾക്കാരിൽ ഷെറിൻസും ഉണ്ടായിരുന്നു. അതിനകത്ത് സുജിത് ഭക്തർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജിൻഷ ബഷീർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രതീഷ് അർമേനോൻ ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മളോട് വന്ന് പെരുമാറുകയും അതുപോലെ തന്നെ ഇവിടെ വന്ന് നമ്മുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അത് വലിയ രീതിയിൽ നമ്മളന്നൊരു ചെറിയ ഒരു 10,000 രൂപയ്ക്ക് 25,000 രൂപയുടെ ഒരു ഓഫർ, ഒരു പ്രീ ബുക്കിംഗ് ഒരു ഫെസിലിറ്റി നമ്മൾ നൽകിയിരുന്നു. അത് വലിയ തോതിൽ അതായത് ഇവരിലൂടെയാണ് ശരിക്കും, ഇവർ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയാലും അതുപോലെ തന്നെ മാതൃഭൂമി ആയാലും മനോരമ ആയാലും എല്ലാവരും നല്ല രീതിയിൽ അത് നമ്മുടെ മാങ്ങ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഈ ഒരു നന്മയെ നിലനിർത്തത്തക്ക രീതിയിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ എല്ലാവരും സഹകരിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഷെറിൻസ്. അപ്പോൾ ഷെറിൻസിൻ്റെ ഈ യാത്രയ്ക്ക് എൻ്റെയും മാങ്ങ എല്ലാവിധ ഭാഗങ്ങളും ഞങ്ങളുടെ ഇവിടെ 100-300 സ്റ്റാഫുണ്ട്. അവരുടെ എല്ലാം, അതായത് ഞങ്ങൾ ഒരു സഹോദരങ്ങളെ പോലെയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഷെറിൻസിൻ്റെ ഒപ്പം ഉണ്ടാവും. കാരണം ഷെറിൻസ് പോകുന്നത് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഈ ഐസിനകത്തൂടെയും അതുപോലെ തന്നെ ഒരു കപ്പലിനകത്ത് ഐസ് തട്ടിമുട്ടിയും ഐസ് മലകളിലൂടെ ടച്ച് വെക്കും. ഭയങ്കര ഒരു ഞാനത് ഏതോ ഇംഗ്ലീഷുകാരൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഈ ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇവിടെ ഒരു മലയാളി പോയി അതൊക്കെ ഡിസ്കവർ ചെയ്യുക എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളെ എല്ലാ മലയാളികൾക്കും എല്ലാ കേരളീയർക്കും അതൊരു വലിയൊരു അഭിമാനമാണ്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് എല്ലാ മലയാളികളുടെയും എൻ്റെ എളിയ ഒരു അഭ്യർത്ഥന, എല്ലാവരും ഇത് കാണണം, കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. കാരണം ഇതുപോലുള്ള ഒരു ഇവൻ്റ് നമുക്ക് എന്താ പറയുക, അദ്ദേഹം ഏതാണ്ട് 10-15 ലക്ഷം രൂപ മുടക്കിയാണ്, 15 അതിന് മുകളിലോ മുടക്കിയിട്ടാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊരു പാഷൻ്റെ ഭാഗമാണ്. അതായത് ഒരു വരുമാനത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ്റെ അപ്പുറത്ത് ഒരു പാഷനും കൂടിയാണത്. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകില്ല, കൂടുതലും പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമായിരിക്കും ആൾക്കാർ ചെയ്യുക. അപ്പോൾ ഇതൊരു പാഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇതെന്താണ് അന്റാർട്ടിക്ക, എന്താണ് അന്റാർട്ടിക്കയിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കാനുമുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് കുട്ടികളെ അടക്കം ഇത് കാണിക്കത്തക്ക രീതിയിലേക്ക് മാതാപിതാക്കൾ, മലയാളികളായ ആൾക്കാർ, വിദേശത്തുള്ളവരാണെങ്കിലും സ്വദേശത്തുള്ളവരും ഇതിലേക്ക് വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്. എൻ്റെ അഭ്യർത്ഥന കേട്ട് നിങ്ങൾ പോകാൻ മാത്രമുള്ള ആ വലിപ്പം നമുക്കില്ല. പക്ഷേ എൻ്റെ ഒരു എളിയ രീതിയിലുള്ള മാങ്ങ സ്ഥാപകൻ എന്നുള്ള രീതിയിൽ ഒരു ചെറിയ അഭ്യർത്ഥനയാണ്. അത് സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ കുര്യൻ സാറ്. നമ്മൾ 2 വർഷം മുമ്പല്ലേ ആ ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ കടന്നത്? അതെ 2 വർഷം കൊറോണ കഴിഞ്ഞ സമയത്തായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ വന്നത്. കൊറോണ വന്നത് 2 വർഷം ഇത് അടച്ചിടുകയും കൂടെ ചെയ്തപ്പോഴത്തേന് നമ്മളെ എന്താ പറയുക, ഒരു അന്തരാള ഘട്ടം എന്നൊക്കെ പറയുക, എന്താ പറയുക, അതിനെ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്കും മറ്റു സാഹചര്യങ്ങളിലേക്കും നമ്മൾ പോവുകയും അതിന് ആ ഒരു ഘട്ടത്തിൽ നിന്ന് മീഡിയയാണ്, ശരിക്കും പറഞ്ഞാൽ മീഡിയയാണ്. നമുക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് നമുക്ക് സഹായം കിട്ടിയില്ല. നമ്മളിവിടെ 2018 1 മാസത്തോളം വെള്ളം കയറി, നമ്മുടെ ഈ പാർക്ക് മുഴുവൻ എല്ലാ കോട്ടേജുകളിനകത്തും വെള്ളമൊക്കെ കയറിയിട്ടും ഏതാണ്ട് 3-4 കോടി രൂപയുടെ നഷ്ടം നമുക്ക് 2018 പ്രളയത്തിൽ തന്നെ സംഭവിച്ചത്. പക്ഷേ ഒരു സ്ഥലത്തുനിന്ന് നമുക്കൊരു ചെറിയ സഹായം പോലും, 1 രൂപ പോലും നമുക്ക് ഗവൺമെൻറ് തലത്തിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും സഹായം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ 2019 വീണ്ടും 2019 അവസാനത്തേക്ക് കൊറോണ വരുന്നതും പിന്നെ 2 വർഷത്തേക്ക് ഇത് അടച്ചിടേണ്ടി വരുന്നത്. അങ്ങനെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുകയും അത് പിന്നെ ഒരു ജപ്തി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരികയൊക്കെ ചെയ്തു. ആ സമയത്ത് കേരളത്തിലെ മീഡിയ ഒന്നടങ്കം, മീഡിയ മീൻസ് നമ്മുടെ പരമ്പരാഗത മീഡിയ ആയ വിഷ്വൽ മീഡിയ ആയാലും പ്രിന്റ് മീഡിയ ആയാലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ വ്ളോഗേഴ്സ്, ഷെറിൻസിനെ പോലെ, സുജിത് ഭക്തനെ പോലെ, അതുപോലെ തന്നെ രതീഷ് അർമനെ പോലെ, അതുപോലെ നമ്മുടെ ജിൻഷ ബഷീറിനെ പോലെ, ഹാരിസ് അംബറലി, പറയാൻ വിട്ടുപോയൊരു പേരാണ് ഹാരിസ് അംബറലി, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പുള്ളിയും ഒക്കെ അദ്ദേഹമൊക്കെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ആ സപ്പോർട്ടിലൂടെ ഏതാണ്ടൊരു ആ സമയത്ത് പ്രീ ബുക്കിങ്ങിലൂടെ തന്നെ ഒരു 90 ലക്ഷം രൂപയോളം ഒരു മാസത്തിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളും പലരും ഇപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. അതായത് അതിനകത്ത് നമ്മൾ പല പ്രാവശ്യം വരെ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആ ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് പലരും അതൊരു സഹകരണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ മാങ്ങ ഒരു നിലനിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ചെയ്ത പലരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവരൊക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെങ്ങനെ ഇപ്പം വന്ന് നിങ്ങളത് ആ ഫെസിലിറ്റി യൂസ് ചെയ്യണം. അപ്പോൾ 2 കോട്ടേജിൽ താമസിക്കാം, അതുപോലെ തന്നെ 20 പേർക്ക് വരാം. അതായിരുന്നു അതിൻ്റെ ഒരു 25,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് ആയിരുന്നു അത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരത് മാങ്ങ ഒരു അനുഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എല്ലാ അർത്ഥത്തിലും മാങ്ങ സപ്പോർട്ട് ചെയ്ത ഷെറിൻസിന് മാങ്ങ ഈ മരങ്ങളുടെ ലക്ഷക്കണക്കിന് മരങ്ങളുണ്ട് ഇവിടെ, മരങ്ങളുടെ പ്രാർത്ഥന
കോടിക്കണക്കിന് മീനുകളുണ്ട് ഈ കുളങ്ങളിൽ. അവരുടെ പ്രാർത്ഥനയൊക്കെ നിന്റെ കൂടെ ഉണ്ടാവും. നീ തിരിച്ചു വരുന്നവരെ സുരക്ഷിതമായി തിരിച്ചു വരത്തക്ക രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ സ്റ്റാഫിൻ്റെയും ഭാഗത്തു നിന്ന് മാങ്കുംഡോസിന് വേണ്ടിയിട്ട് എന്താ പറയുക, പോയി വരിക ആസ് എ ബ്രദർ, സഹോദരനായ എല്ലാ മലയാളികൾക്കും പ്രാർത്ഥനയിൽ ഷെറിൻസിനെ ഉൾപ്പെടുത്തുക. ഷെറിൻസ് ഒരു വലിയ എന്താ പറയുക, വലിയൊരു ഒരു എക്സ്പെഡിഷനിലേക്ക് പോവുകയാണ്. അതിൽ വിജയിച്ചു വരാനും അതിലൂടെ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ വീട്ടിലാണ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്, എയർപോർട്ടിലോട്ട് പോവാണ്. പോട്ടെ, വെള്ള ഭൂഖണ്ഡം കണ്ടിട്ട് വരാം. ഇവിടെ വേറെ കുറച്ച് ആൾക്കാരെ കണ്ടിട്ടോ, ഇതുണ്ടോ? പോട്ടെ, അവിടെ ആണെങ്കിൽ വരുവാണെങ്കിൽ എയർപോർട്ടിലോട്ട്. യെസ്, ഞാനപ്പോൾ യൂബർ വിളിച്ചു, നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ശരി, ബൈ, ടാറ്റ, ബൈ. അവനും കണ്ട്. അങ്ങനെ നമ്മൾ യാത്രയായാണ്. യൂട്യൂബിലായിരിക്കും. ഞാൻ എപ്പോൾ യൂബർ വിളിച്ചു പോയാലും നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ ആയിരിക്കും. അതേപോലെ ഒരു ചേട്ടനാണ്. ചേട്ടൻ വരുന്നുണ്ടാ? പ്രമോദ് അല്ലേ? ഓക്കെ, ആലപ്പുഴയാണല്ലോ ഇവിടെ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവാണ്. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എയർപോർട്ട് എത്തും. എൻ്റെ വീട് വയറ്റിലാണല്ലോ, അപ്പോൾ ഒരു 1.5 മണിക്കൂർ മാക്സിമം, തിരക്കില്ലെങ്കിൽ 1 മണിക്കൂറിൽ എത്തും. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പോകുന്ന ഡൽഹിക്കാണ്. ഡൽഹിയിൽ നിന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ വെളുപ്പിന് ഈ ഫ്ലൈറ്റ് കയറിയാൽ നമ്മൾ ആ ദിവസം തന്നെ എത്തും. അതായത് 32 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നാളെ വെളുപ്പിന് ഞാൻ ഫ്ലൈറ്റിൽ കയറേ, രാത്രി ഞാനവിടെ എത്തും. അപ്പോൾ സൗത്ത് അമേരിക്ക എത്തും, അർജൻറ്റീനയിൽ. ഡേറ്റ് സേവ് ആവും, നമുക്ക് സമയം നഷ്ടമില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം പോവും. അതായത് ഇപ്പോൾ 1-ാം തീയതി കയറിയാൽ 3-ാം തീയതി എടുത്തോളൂ, അങ്ങനെ. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇന്ന് തന്നെ എത്തും. അങ്ങനെയുണ്ട്, നല്ല രസമാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡൊമസ്റ്റിക്കിലാണ് വന്നേക്കുന്നത്, ടെർമിനൽ 1. കാരണം നമ്മൾ ഡൽഹിയിലോട്ടാണ് ആദ്യം പോകുന്നത്. ഡൽഹിയിൽ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡൊമസ്റ്റിക്കിൽ വരുന്നു, ഇവിടെ കയറുന്നു, ഡൽഹി പോകുന്നു. 8:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. എയർപോർട്ടിലോട്ട് വരുന്ന വഴി മുഴുവൻ മഴയായിരുന്നു കേട്ടോ. പ്രകൃതി നമ്മളെ അനുഗ്രഹിച്ച യാത്രയൊക്കെയാണ്. അപ്പോൾ പുറത്തൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. അവിടെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത ശേഷം നമ്മൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന അതെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. പേരെന്തായിരുന്നു? ഷൈജു അല്ലേ? കൊരട്ടിയിലാണ് വീട്, പോലീസിലാണ്. ഗവർണർ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഡ്യൂട്ടിയിലാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നുണ്ട്, അറിഞ്ഞ സന്തോഷം. ഇനിയും കാണാട്ടോ, മാക്സിമം എല്ലാ വീഡിയോ കണ്ടോ. നമ്മുടെ വീഡിയോ കാണാറ് ഇതുപോലെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ കൗണ്ടർ എയർ ഇന്ത്യയുടെ കൗണ്ടറാണ്. ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്തേക്കുന്ന ടിക്കറ്റ് എത്യോപ്യൻ എയർലൈൻസാണ്. അപ്പോൾ എയർ ഇന്ത്യ ആയിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹി പോകുന്നു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിന്. എന്നിട്ട് അവിടെ നിന്നാണ് എത്യോപ്യൻ എയർലൈൻസിലോട്ട് കയറണം. ഡൽഹിയിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് എത്യോപ്യയിലോട്ടാണ്, അഡീസ് അബാബ. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറും. അത് ഡയറക്റ്റ് ബ്രസീൽ, പിന്നെ അർജന്റീന, അങ്ങനെയൊക്കെയാണ് പോകണം. കുറേ കറക്കമുണ്ട്. 32 മണിക്കൂറാണ് യാത്രാ ടൈം കേട്ടോ. ശരിക്കും എനിക്ക് ഈ ഒരു ഒറ്റ ലഗേജ് മാത്രമേ ഉള്ളൂ. എനിക്ക് 2 എണ്ണം കൊണ്ടുപോകട്ടെ. 23 കിലോൻ്റെ 2 ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എനിക്ക് ആകെപ്പാടെ ഇത് ഒരെണ്ണം എപ്പോഴും വരാറുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം നമ്മൾ ഡൊമസ്റ്റിക്കിലോട്ടൊക്കെ വീണ്ടും ട്രാവൽ ചെയ്യണ സമയത്ത് ചിലപ്പോൾ 15 കിലോ ഒക്കെ എല്ലായിടത്തും വരുള്ളൂ. എപ്പോഴും 2 എണ്ണമൊക്കെ ആയിട്ട് പോയ പണിയാണ്. ഞാനെപ്പോഴും ഈ ഒരു ബാഗിൽ അല്ലെങ്കിൽ 15 കിലോ വെയിറ്റ് വരുന്ന രീതിയിലാണ് ഞാൻ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറ്. പക്ഷേ ഇത് ടൈപ്പാണ് കേട്ടോ. അതായത് എയർ ഇന്ത്യയും എത്യോപ്യൻ എയർലൈൻസും ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 2 പീസ് ഉണ്ടെങ്കിലും ഈ ട്രിപ്പിൽ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. 23 കിലോൻ്റെ 2 പീസ് നമുക്ക് ഈ ട്രിപ്പിൽ ഡൊമസ്റ്റിക്കിൽ കൊണ്ടുപോകാൻ പറ്റും. സാധാരണ 15 കിലോ പറ്റുള്ളൂ, പിന്നെ കാശ് കൊടുക്കണം. ഞാനതേ കൗണ്ടറിൽ പോയേ, അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇതൊന്ന് റാപ്പ് ചെയ്തിട്ട് വിടുന്നതാണ് നല്ലത്. കാരണം ഇത് 32 മണിക്കൂർ പല ഫ്ലൈറ്റിൽ കയറി പോകേണ്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ചെയ്തിട്ട് വിടണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഡൊമസ്റ്റിക് എയർപോർട്ടിലും കൊച്ചിയിൽ ഈ റാപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇതിന് 500 രൂപ ഇങ്ങനെ ചെയ്യണേ, 500 രൂപ. ഇതാകുമ്പോൾ സേഫായിട്ട് പൊക്കോളല്ലോ, ഒരേലും സംഭവമൊന്നുമില്ല. എൻ്റെ പെട്ടി ഈ ട്രിപ്പോട് കൂടി കളയണം. കാരണം അത് മൊത്തം ഒരഞ്ഞ് തേഞ്ഞ് അതിൻ്റെ ലോക്കൊക്കെ പോയി നശിച്ച് സീനായിട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ട്രിപ്പാണ് ഈ പെട്ടിയുടെ. അങ്ങനെ കട്ട് ചെയ്ത് തരും അല്ലേ? അപ്പോൾ പിടിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ. അങ്ങനെ ഇത് കണ്ട നമ്മുടെ പെട്ടി കുട്ടപ്പനായിട്ടുണ്ട്, പൊതിഞ്ഞ് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ കിട്ടും കേട്ടോ. അതായത് നമുക്ക് അർജന്റീന ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടും, പെട്ടി എടുത്താൽ മതി. അതെന്തായാലും സൗകര്യമായിട്ടാ. അതായത് നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടുന്ന സാധനം നമ്മൾ ഇത്രയും ദൂരെ അർജന്റീനയിൽ പോയിട്ട് ലഗേജ് എടുത്താൽ മതി. അതെന്തായാലും കൊള്ളാത്ത പരിപാടി. അതെന്താ സംഭവം എന്ന് അറിയാമോ?
സെയിം PNR ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ 3 സ്ഥലത്തേക്കുള്ള 3 ഫ്ലൈറ്റ് മാറിക്കയറി പോകണം. അപ്പോൾ 3 ബോർഡിംഗ് പാസും നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എന്നാലും കൊള്ളാം. അപ്പോൾ ഇനി നേരെ സെക്യൂരിറ്റി ചെക്ക്, അത് കഴിഞ്ഞിട്ട് ലോഞ്ചിൽ ഒന്ന് കയറണം, ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. 8:45 രാത്രി 8:45 നമ്മുടെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എർത്ത് ലോഞ്ചിൽ വന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ബിരിയാണിയൊന്നും കിട്ടില്ലല്ലോ, വല്ല മറ്റേ സാൻഡ്വിച്ചും ബ്രെഡൊക്കെ ആയിരിക്കും തിന്നണത്. അപ്പോൾ ഞാൻ നോക്കിയ ബിരിയാണി ഉണ്ടായിരുന്നു. നേരെ ഒന്നും നോക്കിയില്ല, ബിരിയാണി അങ്ങ് എടുത്തു. കുറച്ച് പൈനാപ്പിളൊക്കെ വാരി ഇട്ടിട്ടുണ്ട്. ഗോവക്ക കറി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പോൾ ഇവിടെ വെച്ച് നമുക്കിത് ഇവിടെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു മച്ചാനെ പരിചയപ്പെട്ടു. പേരെന്താ? അബുദീപ് അല്ലേ? എവിടെ വീട്? കൊല്ലത്താണ്. ഓക്കെ. മച്ചാനിപ്പോൾ ബാംഗ്ലൂർ പോവാ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടു. പിന്നെ വേറെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. വഴിയിൽ വെച്ച് ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വീഡിയോയിൽ എപ്പോഴും കാണിക്കും. എല്ലാവരെയും കാണിക്കുന്ന തീരുമില്ല കേട്ടോ. മൊത്തം എപ്പിസോഡ് മൊത്തം സബ്സ്ക്രൈബേഴ്സിനെ പരിചയപ്പെടുത്തുന്ന പരിപാടിയായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എല്ലാവരും കാണിക്കാം കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നേരെ വന്നിട്ട് ഒന്ന് ചോദിക്കാം. എല്ലാവരോടും പോയി എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, എന്നെ അറിയോ ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ഫ്ലൈറ്റ് 8:45 8 മണിയൊക്കെ ആകുമ്പോഴേക്കും താഴത്തോട്ട് നിന്നാൽ മതി. സംഭവം നമ്മൾ എത്യോപ്യൻ എയർലൈൻസ് ആണ് ബുക്ക് ചെയ്തെങ്കിൽ നമുക്ക് തന്ന ബോർഡിംഗ് പാസ് എല്ലാം എയർ ഇന്ത്യയുടെ. ഇത് കൊള്ളാമല്ലേ? ഞാനേ നമ്മുടെ കുര്യൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ, ഫോണേന്ന് പറയണ്ടേ. കുര്യൻ സാറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, ബിസി ആയിരിക്കും. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നെറ്റ് ഉണ്ടാവില്ലല്ലോ, അല്ല കോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങുകയാണ് കൊച്ചിയിൽ നിന്നും ബ്യൂണസ് ഐറിസ്, അർജന്റീനയിലേക്ക്, മെസ്സിയുടെ നാട്ടിലോട്ട്. അവിടെ നിന്ന് പിന്നെ അന്റാർട്ടിക്ക. എൻ്റെ പോലെ എന്താണല്ലേ, എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോകുന്നു. ഡൽഹിയിലൊരു 2.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്, ഫ്ലൈറ്റ് മാറി കയറണം. പക്ഷേ അവിടെ ആയിരിക്കും ഇമിഗ്രേഷൻ, കാരണം ഇത് ഡൊമസ്റ്റിക് ആണല്ലോ. അപ്പോൾ ഡൽഹിയിലാണ് ഇമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ നേരെ എത്യോപ്യൻ എയർലൈൻസിൽ കയറിയിട്ട് അഡീസ് അബാബയിലോട്ട് പോകും. അഡീസ് അബാബ എന്ന് പറയുന്നത് നമ്മുടെ എത്യോപ്യയുടെ ക്യാപിറ്റലാണ്. അവിടെ നിന്ന് ഒരു 2.5 മണിക്കൂർ ലേ ഓവർ, അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അവിടെ നിന്ന് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ബ്രസീൽ സാവപ്പോളോ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യും. എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റ് ഒന്നും മാറി കയറേണ്ട, സെയിം ഫ്ലൈറ്റ് തന്നെ, അതിനകത്ത് ഇരുന്നാൽ മതി. അതിനുശേഷം ബ്യൂണസ് ഐറിസിലോട്ട് ഫ്ലൈറ്റ് പോകും. അപ്പോൾ ബ്യൂണസ് ഐറിസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അർജന്റീനയുടെ ക്യാപിറ്റൽ. നമ്മൾ സ്റ്റേ എടുത്തേക്കണൊക്കെ അവിടെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം അവിടെയൊക്കെ കറങ്ങി പിറ്റേ ദിവസം നമ്മൾ അർജന്റീനയുടെ സൗത്ത് ഭാഗത്താണ് ഉഷുവായ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്നാണ് നമ്മുടെ അന്റാർട്ടിക്കൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാനൊരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകും. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ റൂട്ട് വരുന്നത്. ഇതേപോലെ ഞാൻ തിരിച്ചും വരും. അന്റാർട്ടിക്ക കണ്ടിട്ട് നേരെ ഉഷുവായിലേക്ക് വരുന്നു. ഉഷുവായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ബ്യൂണസ് ഐറിസിലേക്ക് വരുന്നു. ബ്യൂണസ് ഐറിസിൽ നിന്ന് നേരെ അഡീസ് അബാബ, എത്യോപ്യ. അതിനുശേഷം നേരെ ഡൽഹിയിൽ നിന്ന് പിന്നെ കൊച്ചി. ഇപ്പോൾ പോകണം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് തിരിച്ചും വന്നത്. എല്ലാം സെയിം PNR, ഒറ്റ PNRലാണ് ഇതൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ബുക്ക് ചെയ്തേക്കണം. ഈ ഒരു ഫ്ലൈറ്റിന് 2.5 ലക്ഷം രൂപ വേണ്ട, 2,20,000 രൂപയാണ് ഞാൻ കൊടുത്ത ചാർജ്. നല്ല റേറ്റാണ് അപ്പ് ആൻഡ് ഡൗൺ കേട്ടോ. പിന്നെ വേറെ ഫ്ലൈറ്റ് എടുക്കാനെന്ന് നോക്കിയാൽ ഏറ്റവും എളുപ്പം എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ്. അതാകുമ്പോൾ കൊച്ചിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ ദുബായിലൊരു 1.5 മണിക്കൂർ ലേ ഓവർ. അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി ഡയറക്റ്റ് ബ്യൂണസ് ഐറിസ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാ ഫ്ലൈറ്റും ബ്രസീലിൽ സാവപ്പോളോയിൽ ഇറങ്ങിയിട്ടേ പോകുള്ളൂ. പക്ഷേ നമുക്ക് ഫ്ലൈറ്റൊന്നും മാറി കയറണ്ട. എനിക്ക് വേണമെങ്കിൽ ഇന്ധനം അടിക്കാനായിരിക്കും. 10-18 മണിക്കൂർ കണ്ടിന്യൂസ് ട്രാവലല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും പക്ഷേ ഏറ്റവും സുഖം എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റാണ് കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റേറ്റ് നോക്കുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ 3.5 ലക്ഷം രൂപ കേട്ടോ. അപ്പോൾ ഒരു സൈഡിലോട്ട് ഏതാണ്ട് 2.5 ലക്ഷം സംതിങ് ആണ് കാണിച്ചത്. അപ്പ് ആൻഡ് ഡൗൺ എടുക്കുമ്പോൾ 3.5 ലക്ഷം രൂപക്ക് കിട്ടും. അപ്പോൾ ഇത്രയും 1 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട് ഞാനിപ്പോൾ ബുക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തത്. പക്ഷേ എത്യോപ്യൻ എയർലൈൻസ് അത്യാവശ്യം നല്ലതാണെന്നാണ് കേട്ടോ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. എത്യോപ്യ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിലും എയർലൈൻസൊക്കെ നല്ലതാണ്, സർവീസ് നല്ലതാണെന്നൊക്കെയാണ് പറയണം. നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്നപ്പോൾ പോകുമ്പോൾ കാണാമല്ലോ. പിന്നെ വേറെ കുറേ റൂട്ടുണ്ട്. അതായത് ഏറ്റവും ചീപ്പസ്റ്റ് റൂട്ട് എനിക്ക് തോന്നിയത് കൊച്ചിയിൽ നിന്ന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ കുവൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ദോഹയിൽ നിന്നൊക്കെ പോയാൽ കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്ന് തോന്നണം. പക്ഷേ ഒരു കുഴപ്പമുള്ളതേ, ചിലത് തുർക്കി വഴിയാണെങ്കിൽ കുഴപ്പമില്ല, കണക്റ്റിങ് പോകാം. ദോഹയിൽ നിന്ന് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ദോഹ വഴിയാണ്. ദോഹ, തുർക്കി, പിന്നെ ബ്യൂണസ് ഐറിസ് അങ്ങനെയായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ ഇതാക്കിയ അവസാനം. പിന്നെ വേറെ കുറേ റൂട്ടുണ്ട്. അത് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് UK പോകും. ഹീദ്രോ എയർപോർട്ടില്ലേ അവിടെ കണക്ട് ചെയ്ത് പോകണം.
പിന്നെ മാൻഡ്രിഡ് സ്പെയിനാണെന്ന് തോന്നുന്നു, സ്പെയിൻ വഴി കണക്ട് ചെയ്ത്. പക്ഷെ അത് റേറ്റ് കുറവാണെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. സെൽഫ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിറ്റ് വിസ വേണം. നമുക്ക് യൂറോപ്പ് വിസ കിട്ടത്തില്ല. അപ്പോൾ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ആ വിസ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇമിഗ്രേഷൻ വഴിയായിരിക്കും പോകുന്നത്, അതാണ് ഇഷ്യൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഈ നമ്മളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ബ്യൂണസ് എയർസ് വരെയാണ് ഈ ട്രിപ്പിൽ കാണിക്കാൻ വേണ്ടി പോകണം, കഥ പറഞ്ഞ് കാണിക്കാൻ പോകണം. അപ്പോൾ നമുക്കിപ്പോൾ സമയം 8:45 നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുക. ബോർഡിങ് വിളിച്ചിട്ടില്ല, വെയിറ്റ് ചെയ്യാണ്, ഗേറ്റ് 7. അങ്ങനെ നമ്മുടെ സമയമായിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് നടക്കുകയാണ്. ഈ ബോർഡിംഗ് പാസ് കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ബോർഡിംഗ് പാസ് കളക്ഷൻ ഉണ്ട് എനിക്ക്, എല്ലാം എടുത്ത് വെക്കണം. ഇത് കൊള്ളാം, നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇനി 3 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട് ടൈം ഡൽഹിയിലോട്ട്. എന്തായാലും നോക്കാം. ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് കേട്ടോ. ഇത് കണ്ട, ഇതിൻ്റെ അപ്പുറത്ത് ബിസിനസ് ക്ലാസ്സാണ്. ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ്, ഏറ്റവും ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എക്കണോമിയിൽ ഏറ്റവും ഫ്രണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ബോർഡിംഗ് പാസ് എടുത്തപ്പോൾ സെലക്ട് ചെയ്തതാണ്. ഇനി ഞാൻ സീറ്റ് എടുത്തിട്ടുണ്ടായില്ല, ഇവിടെ വന്നപ്പോൾ സെലക്ട് ചെയ്ത സംഭവം. എന്നാലും ഫ്രണ്ടിലിരുന്ന് പോണ നല്ല പരിപാടിയാണ്. എന്താണെന്നറിയോ, നല്ല ലെഗ് പേസൊക്കെ കിട്ടുന്നുണ്ടോ. പുറത്തപ്പം മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫ്ലൈറ്റിലെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് കിട്ടും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നോൺ വെജും വെജൊക്കെ ഉണ്ട്. നമ്മൾ നോൺ വെജ് പറഞ്ഞു പോകും. അങ്ങനെ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. സമയം രാത്രി 11:45. ഇവിടെ ലാൻഡ് ചെയ്തെങ്കിലും ടെർമിനലിൻ്റെ അവിടെ വന്നപ്പോഴേക്കും 12 മണിയായി. അങ്ങനെ ഡൽഹി ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയേക്കാണ്. ഇവിടെ 10 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല മൂടൽമഞ്ഞുണ്ട്. ഇതുണ്ട്, വെൽക്കം ടു ടെർമിനൽ 3. നമ്മൾ ടെർമിനൽ 3 വന്നേക്കണം. എനിക്ക് കയറി പോവേണ്ടതും ടെർമിനൽ 3 തന്നെയാണ് കേട്ടോ. അത് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിലോട്ട് ഇനി പോകണം. ബാഗൊന്നും എടുക്കാനല്ലോ, അപ്പോൾ നേരെ ട്രാൻസ്ഫറിലോട്ട് പോയാൽ മതി. ഈ ടെർമിനൽ 3 എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേപ്പാളിൽ നിന്ന് തിരിച്ച് എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത് നേപ്പാളിൽ നിന്ന് തിരിച്ചു വന്നത് ഈ ടെർമിനലിൽ. അത് കണ്ടോ, നല്ല പരിചയം. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നോക്കി, ഇത് ശ്രീബുദ്ധൻ്റെ പോലെ സംഭവമാണെന്ന് തോന്നണ്ട. കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ടാണോ ഹിന്ദുസമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നറിയില്ല. നമ്മൾ കൈയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കില്ല. അങ്ങനെ കുറേ സംഭവം മുദ്രകളൊക്കെ കാണാം. നല്ല ഡിസൈൻ. അയ്യോ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ അവിടെയാണ്, അങ്ങോട്ട് പോവാം. ഈ ക്യൂ അതാണോ? അയ്യോ, അവിടെ ഒരു ക്യൂ കണ്ടില്ലേ? ആ ക്യൂവും കഴിഞ്ഞ് എമിഗ്രേഷനിലൊരു ക്യൂ, സെക്യൂരിറ്റിക്കൽ അതിലും വലിയ ക്യൂ, എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 1 മണിക്കൂർ 10 മിനിറ്റ്. അതായത് ഇപ്പോൾ സമയം 1:10. 1:10 നമ്മുടെ ബോർഡിങ് ടൈം. കണ്ടാ 2:40 കേട്ടോ. പക്ഷേ ഫ്ലൈറ്റ് നമ്മളപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ചെന്ന് നോക്കട്ടെ. 15 നമ്പർ ഗേറ്റാണ്. ഇവിടെ ഈ ഡൊമസ്റ്റിക്കിൽ നിന്ന് ഇൻ്റർനാഷണലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. അതൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഭയങ്കര സുഖമായിരുന്നു. എന്തായാലും ഞാൻ സ്പീഡ് കണക്കാണ്. 15 നമ്പർ ഗേറ്റും തപ്പി കണക്കാണ്. കുറേ നടക്കാണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ എയർപോർട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകാനുള്ള ദൂരമുണ്ട്, അതാണ് പ്രശ്നം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് ചേഞ്ചാണ്, 21, 15 എന്നെ ഇപ്പോൾ എയർലൈനിൽ നിന്ന് ആ ഒരു ചേച്ചി വിളിച്ചേ, നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഡൽഹി എയർപോർട്ടിലുണ്ട്. അത് എനിക്കറിയാതെ. അതല്ല, നിങ്ങൾ ബോർഡിങ് ടൈമായി, നിങ്ങൾ എവിടെയാണെന്നാണ് ചോദിക്കണം. ഞാൻ പറഞ്ഞ ഇതേ സ്ഥലത്തെത്തി. ഇതാണ് 21. അതെ 21 കാണുന്നത്. അപ്പോൾ ഇവിടെ എത്തി, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവർ എന്നെ വെയിറ്റ് ചെയ്യാമെന്ന്. എൻ്റെ മോനെ, ഇവിടെ നമ്മളാ കൗണ്ടർ ഉണ്ടല്ലോ, കൗണ്ടറിൽ നിന്ന് ഗേറ്റിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ ഒരു 1.5 ചോദ്യം ചെയ്യല. ഇമിഗ്രേഷനിലില്ല, വേറെ പോലീസുകാരോ മിലിറ്ററി പോലും ചോദ്യം ചെയ്യലില്ല. എയർലൈൻകാർ ഭയങ്കര ചോദ്യം ചെയ്യല. എന്തിനാ പോണേ, എത്ര ആളുണ്ടോ, അങ്ങനെ ഇങ്ങനെ. പിന്നെ കുറച്ച് നേരം എന്നെ പിടിച്ചവിടെ നിർത്തിയേ. എന്നിട്ട് ഞങ്ങളുടെ സാറ് വരട്ടെ ഒന്ന് സാറ്. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ കേട്ടോ ചോദിക്കണം, മര്യാദയൊക്കെ ചോദിക്കണം. അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇവർ അവരുടെ ഉത്തരവാദിത്വമാണേ. അവരുടെ ഫ്ലൈറ്റിൽ പോയിട്ട് ഇൻ കേസ് അർജൻറ്റീന ചെന്നിട്ട് അവർ തിരിച്ചെങ്ങാനും കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലായോ? നമ്മളെ ഇവിടെ കൊണ്ടാക്കണ്ടേ, അവർക്ക് ചിലവുള്ള. അപ്പോൾ അവർ മൊത്തം ചെക്ക് ചെയ്യും. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് വിസ കിട്ടിയെന്ന് വിചാരിച്ചിട്ട്, ഇപ്പോൾ US-ലേക്കാണെങ്കിൽ അടക്കം വിസ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവിടെ ചെന്ന് ആ രാജ്യം കാണാം എന്ന് വിചാരിക്കരുത്. ഇതുപോലത്തെ മേജർ കൺട്രിക്ക്. അതായത് അവിടെ ചെന്നിട്ട് അവർ ഇമിഗ്രേഷനിലും അവരുടെ ചോദ്യം ചെയ്യലൊക്കെ അവരും ഓക്കെ ആണെങ്കിൽ അവരുടെ രാജ്യത്തൊക്കെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അല്ല വിസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തോട്ടാണ്. ഇപ്പോൾ അർജൻറ്റീനയുടെ വിസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ
അവർ ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ എയർലൈൻകാരുടെ ഭീകര ചോദ്യം ചെയ്യലായിരുന്നു. നമ്മൾ മൊത്തം കഥയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ കുഴപ്പമില്ല, ഒരു കൺസെൻറ്റ് ലെറ്ററും കൂടി എഴുതി കൊടുത്തിട്ടാ, അതും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ അർജൻറ്റീന ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഇമിഗ്രേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളെ തിരിച്ച് കയറ്റിവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എയർലൈൻ ഉത്തരവാദിത്തമില്ല, എല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇപ്പം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അർജൻറ്റീന ചെന്ന് ഇറങ്ങുമ്പോൾ നോക്കാം എന്താണ് സംഭവിക്കണതെന്ന് അറിഞ്ഞുകൂടാ. വഴി എത്തിപ്പോയി, ഇതായിരുന്നു വഴി. അപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് ആണ് കേട്ടോ. എത്യോപ്യൻ എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മുടെ സീറ്റ് 33 L എനിക്ക് വേണം പുറകിലും കണ്ട. ഞാൻ വിൻഡോ സീറ്റാണെന്നാണ് എൻ്റെ വിൻഡോ സീറ്റാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് ബിസിനസ് ക്ലാസ് ആണ് കേട്ടോ, ഇത് എക്കണോമിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് കേട്ടോ, 33 L. ഞാൻ വിൻഡോ സീറ്റ് ആക്ച്വലി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ട്രിപ്പിൽ എല്ലാ സീറ്റും ബുക്ക് ചെയ്തു. അതുകൊണ്ട് പക്ഷെ ഒന്നും കാണില്ല, കാരണം ഇരുട്ടായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ രാവിലെ ആവും കേട്ടോ. അതായത് ഈ ട്രിപ്പ് 6 മണിക്കൂറും 45 മിനിറ്റുമാണ് സമയം. 6 മണിക്കൂർ 45 മിനിറ്റ്. നമ്മൾ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തത് ന്യൂസിലാൻഡിലോട്ടാണ്. അത് 7.5 മണിക്കൂറാണ്, അല്ല 7 മണിക്കൂർ. 7 മണിക്കൂർ യാത്ര. ഇനി അഡീസ് അബാബയിൽ നിന്ന് നമ്മൾ മാറി കയറൂലേ, അത് 12 മണിക്കൂർ യാത്ര ഉണ്ട് എൻ്റെ പൊന്നോ. അപ്പോൾ എത്യോപ്യൻ എയർലൈൻസ് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കാണാം, സിനിമയൊക്കെ കാണാം, പിന്നെ ഹെഡ്സെറ്റ് കിട്ടും. ഇത് ഞാൻ എൻ്റെ ലാപ്പ് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. പിന്നെ ഇങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ഇതെന്താ, ഇത് പുതപ്പാണ്. പുതപ്പ് കിട്ടും. കുഴപ്പമില്ല കേട്ടോ, സീറ്റിങ്ങൊക്കെ വലിയ കുഴപ്പമില്ല. ആക്ച്വലി ഞാൻ ആദ്യം എടുത്ത സീറ്റ് ആ ഫ്രണ്ടിലായിരുന്നു. അതായത് ഈ ഭാഗമില്ലേ, അവിടെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ എന്തോ എറർ വന്നിട്ട് എനിക്ക് ആ സീറ്റ് പിന്നെ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ബുക്ക് ചെയ്ത് ഇതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 മണിയായി. 2:40 നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുക. 6 മണിക്കൂറും 45 മിനിറ്റാണ് സമയം പറഞ്ഞേക്കണം. കിടന്നുറങ്ങട്ടെ. പിന്നെ ഇവിടെ നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. നമ്മുടെ അയൽക്കാരനാണ്, അതായത് വിമാനത്തിലെ അയൽക്കാരൻ. ഇതിനകത്ത് നമ്മൾ പോകുന്ന റൂട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പോകുന്നതുണ്ട്, പാകിസ്ഥാൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. അതിനുശേഷം ഒമാൻ, പിന്നെ യമൻ ഉണ്ട്, യമൻ, ജിബൂട്ടി, സൊമാലിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡീസ് അബാബ എത്തുന്നത്. നമ്മൾ ഇൻ്റർനാഷണലിലോട്ടാണല്ലോ ഇനി പോകുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന പരിപാടി, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ സിമ്മൊക്കെ എടുക്കാറുണ്ട്. പിന്നെ എയറാലോ യൂസ് ചെയ്യാറുണ്ട്. അത് പല രാജ്യങ്ങളിൽ പോയിട്ട് ഈ സിമ്മായിട്ട് ഉപയോഗിക്കല്ലോ, അത് നല്ലൊരു പരിപാടിയാണ്. പക്ഷേ ഞാൻ എല്ലാ രാജ്യത്തും ഉപയോഗിക്കാറില്ല. ചില സമയത്ത് ചില രാജ്യത്ത് സിം എടുക്കുന്നതാണ് ലാഭം, മറ്റേത് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് നോക്കിയിട്ട് എടുക്കാറുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി, ഏത് രാജ്യത്ത് പോയാലും സിം എടുക്കാണ്ട് ഒപ്പം തന്നെ എൻ്റെ സ്വന്തം ഇന്ത്യൻ നമ്പർ ഞാൻ റീചാർജ് ചെയ്യും. എൻ്റെ എയർടെലാണ്. അപ്പോൾ എയർടെല്ലിൽ ഇപ്പോൾ നമ്മൾ പോകുന്ന ടൈം അനുസരിച്ച്, ഇതിപ്പോൾ ഞാൻ ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് 30 ദിവസത്തെ ഒരു പാക്കേജ് എടുക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന റേറ്റാണ് ഈ കാണുന്നത്. കണ്ടോ, 2998 രൂപ. 30 ദിവസത്തെ 5 GB നെറ്റൊക്കെ കിട്ടും, 200 മിനിറ്റ് കോളൊക്കെ കിട്ടും. അതായത് നാട്ടിൽ നിന്ന് ആര് വിളിച്ചാലും എൻ്റെ ഇന്ത്യൻ നമ്പർ വർക്ക് ചെയ്യുക അവിടെ, മനസ്സിലായി. ഈ എയർടെല്ലിന് മാത്രമല്ല കേട്ടോ ഇങ്ങനെ. ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും റേഞ്ചുണ്ട്. അത് ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏത് രാജ്യത്ത് പോയാലും. പക്ഷേ ജിയോ ഒക്കെ ഞാൻ ജിയോ ഉപയോഗിക്കുമ്പോൾ പല രാജ്യത്തും ഇല്ല. എനിക്ക് തോന്നുന്നു ഓരോ രാജ്യമായിട്ടുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ എയർടെൽ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ പോവാം. 3000 രൂപ. അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് കോളൊക്കെ നമുക്ക് കിട്ടും. ബാക്കി വാട്സപ്പ് വിളിക്കാം, കുറേ വിളിക്കാൻ പറ്റില്ല, 200 മിനിറ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ എത്യോപ്യൻ എയർലൈൻസ് ഡൽഹിയിനോട് വിട പറയുകയാണ്. രാത്രി സമയം 3 മണി കേട്ടോ. 3 മണിക്ക് ഇവിടെ നിന്ന് എടുക്കുകയാണ്. ഇനി എത്യോപ്യൻ സമയം രാവിലെ 7 മണിക്ക് അവിടെ എത്തും. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നേ. അപ്പോഴാണ് നോൺ വെജ് വേണോ വെജ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് 2 ചേച്ചിമാർ വരുന്നത്. നമ്മളപ്പോൾ തന്നെ നോൺ വെജ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഫുഡ് കിട്ടി. റൈസും ഉണ്ട്, മട്ടനുണ്ട്, പിന്നെ കുറച്ച് സാലഡ്, ഗുലാബ് ജാമ്, ഇതൊക്കെയാണ് ഫുഡ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നതിൻ്റെ റൂട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടോ, ഗുജറാത്തിൻ്റെ സൈഡിൽ കൂടി നേരെ അറബിക്കടലിലോട്ട് കിടക്കുന്നു. പാകിസ്ഥാനൊക്കെ കാണാം. ഒമാൻ്റെ സൈഡിൽ കൂടി, യമൻ്റെ സൈഡിൽ കൂടി, ജിബൂട്ടി, പിന്നെ സൊമാലിയ, ഇത് കണ്ട അതിൻ്റെയൊക്കെ സൈഡിൽ കൂടി ഈ കടലിടുക്ക് വഴി നമ്മൾ അഡീസ് അബാബിലോട്ട് എത്തും. ഈ കടലിടുക്കിൻ്റെ പേരാണ് ഗൾഫ് ഓഫ് ഏദൻ. കണ്ടാ, നമ്മൾ പോയ ഈജിപ്തൊക്കെ കണ്ടാ, റെഡ് സീ, ഇസ്രായേൽ, ഇതൊക്കെ ഈ ഭാഗത്താണ്. അങ്ങനെ 6.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്യോപ്യയുടെ തലസ്ഥാനമായ അഡീസ് അബാബിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ സമയം 6:30 കഴിഞ്ഞു. സൂര്യനൊക്കെ പയ്യെ ഉദിച്ച് വരുന്നേ ഉള്ളൂ.
താഴെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ കാണാം, കൃഷിപ്പാടങ്ങളൊക്കെ കാണാം. എത്യോപ്യയിലിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. താഴത്തോട്ട് നോക്കുമ്പോൾ നിറച്ച് ബിൽഡിങ്സ് ആണ്. നമ്മൾ എത്യോപ്യ എന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും വിചാരിക്കുക പോലും ഇല്ല. ഇത് വലിയൊരു സിറ്റിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ സിറ്റിയുടെ പുറം ഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷിപ്പാടങ്ങളായിരുന്നു. അതിൻ്റെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ വരുമ്പോഴാണ് നിറച്ച് ബിൽഡിങ്സ് ഉള്ള സ്ഥലം. അമ്പോ അടിപൊളി. നമ്മൾ ഡൽഹിയിൽ വന്നപ്പോൾ 10 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. ഇവിടെ വന്നപ്പോഴും 10 ഡിഗ്രി. വേണ്ട, മൂടൽ മഞ്ഞാണ് ഫുള്ള്. ഇത് കണ്ടോ, ഒന്നും കാണില്ല, എല്ലാം അടിച്ചു പോയി. ഫോഗ്. നമ്മളപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങാണ്. എത്യോപ്യൻ എയർലൈൻസ് കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ചേക്കാളും കുഴപ്പമില്ലാത്തൊരു ഫ്ലൈറ്റാണ് കേട്ടോ. നല്ല സർവീസുണ്ട്. അങ്ങനെ എൻ്റെ ഒരു പുതിയ രാജ്യത്തേക്ക് ഞാൻ കാല് കുത്തുകയാണ് സുഹൃത്തുക്കളെ, എത്യോപ്യ. പക്ഷെ നമ്മൾ എത്യോപ്യയിൽ കറങ്ങാൻ നിൽക്കുന്നില്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വരാം അല്ലേ. അപ്പോൾ അഡീസ് അബാബ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇത്. ഞാൻ വിചാരിച്ച പോലെ കേട്ടോ, ഇവിടെ ഈ എത്യോപ്യൻ എയർലൈൻസിൻ്റെ ഒരു 100 ഫ്ലൈറ്റെങ്കിലും ഇവിടെ കിടപ്പുണ്ടാവും. അടിപൊളി എയർലൈനാണെന്ന് തോന്നുന്നു. നല്ല വലിയ കമ്പനിയാണ്, നമുക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കയറണം. അതുപോലെ ഈ എയർപോർട്ടൊക്കെ കൊള്ളാം, നൈസാണ്. ഇത് കണ്ട, നല്ല വലിയ എയർപോർട്ടാണ്. അതുപോലെ നമ്മൾ വന്നിറങ്ങുമ്പോൾ കാണാം കുറേ ബിൽഡിങ്സും. നമ്മളുടെ എക്സ്പെക്റ്റേഷനൊക്കെ അതിനേക്കാളും വലുതാണ്. എത്യോപ്യൊക്കെ വൻ സെറ്റപ്പാണല്ലോ. എത്യോപ്യ എന്തായാലും ഒരു ദിവസം വരണം, കാഴ്ചകളൊക്കെ കാണണം. അപ്പോൾ നമുക്കിനി 3 മണിക്കൂർ സമയമുണ്ട്. നമുക്ക് ട്രാൻസ്ഫറാണ്, ലഗേജൊക്കെ ഓൾറെഡി അങ്ങോട്ടേക്ക് വന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെല്ലും പറയാം വരും ഇല്ലേന്നൊക്കെ ഉള്ളത്. ഇവിടുത്തെ സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. നമുക്ക് 9:50 അടുത്ത ഫ്ലൈറ്റ്. ഇത് ഈ പുറകെ കാണുന്നിടത്തായിരുന്നു സെക്യൂരിറ്റി ചെക്ക്. ഭീകര തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. പക്ഷെ നമ്മളൊരു 15 മിനിറ്റിനുള്ളിൽ കടന്നു വന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ സൗകര്യമുണ്ട്. മീൻസ് കുറേ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ആൾക്കാർ ഒന്നിച്ച് വരല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്കാനിങ് മെഷീനും കുറേ സംഭവമുണ്ട്. അതായത് എനിക്കൊരു 500 പേര് ഒന്നിച്ച് വന്നുകൊണ്ട് അത്രയും തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അത് കഴിഞ്ഞ് പോകുന്നു. ഇതേ മില്ലേനിയം ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട്. ഇതുണ്ടോ, നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. എനിക്ക് തോന്നണേ ഈ ആഫ്രിക്കയുടെ പല ഭാഗത്തേക്കും ട്രാൻസിറ്റ് ചെയ്യുക എയർപോർട്ടാണ്. ഇതുണ്ടോ, നമുക്കേ ആദ്യത്തെ പരിപാടി ടോയ്ലറ്റ് കണ്ടോ, ഒന്ന് ഫ്രഷപ്പ് ആവണം. കുറേ മണിക്കൂറായിട്ടുള്ള യാത്രയിൽ ഒന്ന് ഫ്രഷപ്പ് ആവണം. ഇപ്പോൾ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ട് ട്രെയിൻ ചെയ്ത് ഞാൻ പോയില്ലേ, അവിടെ തിക്കും തിരക്കുമ്പോൾ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോഴേ അവിടെ വേറെ ടോയ്ലറ്റ് ആണല്ലോ, അത് കയറി വരുന്ന ഭാഗമായിട്ട് തിരക്ക് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ വേറെ ടോയ്ലറ്റുകൾ എന്തായാലും ഉണ്ടാവില്ല. ഇത് നല്ല വലിയ എയർപോർട്ടാണ്, അത് നടന്നിട്ട് എത്തണമല്ലോ. നമ്മളേ തിരിച്ചു വരുന്നത് ഇങ്ങോട്ട് തന്നെയാണ്, എത്യോപ്യ വഴി തന്നെയാണ്. നമ്മൾ തിരിച്ച് കൊച്ചിക്ക്, ഡൽഹിയിലോട്ട് പോകും, പിന്നെ കൊച്ചിക്ക് പോകണം. ഞാനിവിടെ ബാത്റൂമിലേക്കൊന്ന് പോയേ, ഒരു 20 മിനിറ്റ് ക്യൂ നിന്ന ശേഷമാണ് നമുക്ക് ടോയ്ലറ്റിലേക്കൊന്ന് പോകാനായിട്ട് പറ്റിയത്. അത്രയും തിരക്കാണ്ട്. ഇത് കണ്ടോ, ഈ എയർപോർട്ട് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ടൊരു ട്രാൻസിറ്റാണെന്ന് തോന്നണം. പല ആഫ്രിക്കൻ കൺട്രിയിലോട്ടും അതുപോലെ സൗത്ത് അമേരിക്ക അങ്ങനെ എല്ലായിടത്തേക്കും ഉണ്ടായിരിക്കും. പക്ഷെ ഭീകര തിരക്കാണ് കേട്ടോ. വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗേറ്റ് A8 ആണ്, A8. അപ്പോൾ ഈ A8 തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധാരണ എയർപോർട്ടുകളിൽ ഒരു സ്ക്രീൻ കാണുമല്ലോ, ഫ്ലൈറ്റ് എപ്പോഴാണ്, ഏതാണ് ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സ്ക്രീനേ ഇവിടെ ഇല്ല. അവസാനം ആ ഗേറ്റ് തപ്പി പിടിച്ചിട്ട് അവിടെ ഒരു ലേഡി ഇപ്പോൾ ഉണ്ടായി. ആ ലേഡിയോട് ചോദിച്ചപ്പോൾ കൺഫേം ചെയ്തു A8 തന്നെയാണ്. കാരണം ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടേ. അപ്പോൾ അതുകൊണ്ടൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ആ സ്ക്രീനുള്ള TV ഇല്ല, അത് കാണാനില്ല. ഇവിടെ ഒരു സിൽവർ ലോഞ്ച് ഉണ്ട്. എൻ്റെ കാർഡ് എടുക്കുമോയെന്ന് അറിയില്ല, നമ്മൾ പോയി നോക്കാം. ഇവിടെ പേപ്പർ യൂസ് ലോഞ്ച് ഉണ്ട്. കാശ് കൊടുത്തിട്ട് നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യുന്ന സെറ്റപ്പ് ഉണ്ട്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഇത് പൈസ കൊടുത്ത് മാത്രം ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ലോഞ്ച് ഉണ്ടായിരുന്നു, അവിടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കാർഡ് എടുക്കില്ലായിരുന്നു. പിന്നെ ഇവിടെ മോട്ടലുണ്ട്. നമുക്ക് ട്രാൻസിറ്റൊക്കെ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ ഈ എയർപോർട്ടിൽ തന്നെ താമസിക്കാൻ പറ്റും. ഞാനേ എന്തെങ്കിലും ഫുഡ് കഴിച്ചാലൊന്ന് ആലോചിക്കായിരുന്നു. അവിടെ ഒരു ബർഗർ കിങ് കാണുന്നുണ്ട്, എന്തെങ്കിലും പോയി ലൈറ്റായിട്ട് കഴിക്കാം. ഇതേ അവസാനം ഞാനൊരു സംഭവം കണ്ടുപിടിച്ച്, ഏറ്റവും മൂലക്ക് ഇങ്ങനെ ഒരു ബോർഡ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് കാണുന്നത്, വേറെ എങ്ങും ഇങ്ങനത്തെ ഒരു ബോർഡില്ല. നമ്മുടെ ഫ്ലൈറ്റ് 9:50 അത് കാണിക്കണമല്ലോ. അതേ കാണിക്കുന്നുണ്ട്, സാവപ്പോളോ 9:50 A8 ആണ് ഗേറ്റ്. നമ്മളെ ആദ്യം ബ്രസീലിലോട്ടാണ് പോകണം, അതിനുശേഷം അർജൻറ്റീനയിലേക്ക് പോകുള്ളൂ. എൻ്റെ മോനെ ഇവിടെ നിന്നൊരു ബർഗർ മേടിച്ചേ, $10 ഈ ഒരു കഷ്ണം ബർഗറിന്. അതായത് ഇന്ത്യൻ മണി ഒരു 800 രൂപ വരും. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല, ഇത് തന്നെ നടക്കുള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ എത്യോപ്യൻ എയർലൈൻസ് തന്നെയാണ് കണ്ട.
എൻ്റെ മോനെ ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ യാത്രയാണ്. ഏകദേശം 18 മണിക്കൂറോളം ഈ ഫ്ലൈറ്റിൽ ഇരിക്കണം. അതിനകത്തൊരു 1.5 മണിക്കൂർ നമ്മൾ ബ്രസീലിലെ സാവോപോളോയിൽ വെയിറ്റിംഗ് ഉണ്ടാവും. പിന്നെ നേരെ പോയിട്ട് ബ്യൂണസ് ആയറസ്. എൻ്റെ വീടിൻ്റെ ഒരു രക്ഷയിലിട്ട നമ്മുടെ എയർ ഇന്ത്യയുടെ ബോർഡിംഗ് പാസ്സാണ് എനിക്ക് കയ്യിലിരിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിമാനയാത്ര കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അടുത്തൊന്നും ഒരു മനുഷ്യനും ഇല്ല. ആ ഭാഗത്തൊക്കെയാണ് കുറച്ച് ആൾക്കാരുള്ളത്. പിന്നെ മുൻഭാഗത്തൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഈ പുറഭാഗത്താണ് ഞാൻ സീറ്റ് എടുത്തത്. 42A ആണ് എൻ്റെ സീറ്റ് നമ്പർ. ഞാൻ വിൻഡോ സീറ്റ് ആക്ച്വലി ബുക്ക് ചെയ്തതാണ്, വിൻഡോ സീറ്റ്. പക്ഷേ സീറ്റൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ, കംഫർട്ടാണ്. നമുക്ക് ചാരി കിടന്ന് ഉറങ്ങാനൊക്കെ കുഴപ്പമില്ല. ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് ചാരിയൊക്കെ ഇരിക്കുകയാണ്. ഇത് ബാക്കോട്ട് ഇട്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ബാക്കോട്ട് ഇട്ടാലേ അത്യാവശ്യം ഇങ്ങനെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, നല്ല ഫ്ലൈറ്റാണ്. വേറൊരു സംഭവം കാണിച്ചിട്ടെ, ഇതിനകത്ത് മൂവീസ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ പല ടൈപ്പ് മൂവീസ് വരും. ക്ലാസിക്, ബ്രസീലിയൻ, അറബിക്. അതിനകത്ത് ഇന്ത്യൻ ഉണ്ട്. ഇന്ത്യൻ സെലക്ട് ചെയ്യുമ്പോൾ ഇത് നോക്കിയ ഷൈൻ ടോൺ ചാക്കോൻ്റെ സിനിമ. എനിക്ക് വയ്യ, ഇത് അടിപൊളി പരിപാടി. ഇത് ഏത് പടമാണ്? ഭാരത സർക്കസോ? ഷൈൻ ടോൺ ചാക്കോക്കെ ഉള്ള സിനിമ. അതായത് ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നിന്ന് സൗത്ത് അമേരിക്കയിലെ അർജൻറ്റീനയിലേക്ക് പോകുന്ന എത്യോപ്യൻ എയർലൈൻസിൽ ഷൈൻ ടോൺ ചാക്കോൻ്റെ മലയാള സിനിമ കളിക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന റൂട്ട് കാണിക്കുന്നുണ്ട്. ആഫ്രിക്കയൊക്കെ കടന്ന് ഇത് അറ്റ്ലാന്റിക് ഓഷൻ, സൗത്ത് അറ്റ്ലാന്റിക് ഓഷൻ കടന്നിട്ട് നമ്മൾ സാവോപോളോ ബ്രസീലിലോട്ടാണ് പോകുന്നത്. ഇനി ബ്രസീലിൽ നിന്ന് നമ്മൾ ബ്യൂണസ് ആയറസിലേക്ക് പോകും. അതാണ് റൂട്ട്. അങ്ങനെ നമ്മുടെ വിമാനം എത്യോപ്യയിലെ അഡിസ് അബാബ ബോലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഒരു ദീർഘയാത്രയ്ക്ക് വേണ്ടി പറന്നു വരികയാണ്. ഇനി ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണമെങ്കിൽ 12 മണിക്കൂർ കഴിയണം. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളൊക്കെ കഴിഞ്ഞ് അറ്റ്ലാന്റിക് ഓഷനും മറികടന്ന് നമ്മൾ സൗത്ത് അമേരിക്കയിലെ ബ്രസീലിലെ സാവോപോളോയിലാണ് ഈ ഒരു ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യുള്ളൂ. അതും 12 മണിക്കൂറിന് ശേഷം. അവിടെ ഒരു മണിക്കൂർ ലേ ഓവറിന് ശേഷം ഒരു 3 മണിക്കൂർ വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ആയറസിലേക്ക് നമ്മൾ എത്തും. അപ്പോഴേക്കും നമ്മൾ 16 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എത്യോപ്യയിൽ നിന്ന് അഡിസ് അബാബയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ഈ എയർപോർട്ടിന് ചുറ്റുമായിട്ട് കാണാം. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷിപ്പാടങ്ങളൊക്കെ കാണാം. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ പകലാണ്, പക്ഷേ ഇതേ സമയം ബ്രസീലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാത്രിയാണ്. അതായത് സൗത്ത് അമേരിക്കയിൽ ഇനി നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേ നമ്മളവിടെ ലാൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ ഈ ഒരു ഫ്ലൈറ്റിൽ ഓൺ ബോർഡ് വൈഫൈ അവൈലബിൾ ആണ്. അതിന് പ്രത്യേകം പണമൊക്കെ അടക്കണം. എങ്ങനെയാണ് എൻ്റെ സംവിധാനം എനിക്ക് അറിയത്തില്ല. ഞാനിതുവരെ ആ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഈ ഒരു ഫ്ലൈറ്റുകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എത്യോപ്യയുടെ അതിർത്തി ഭാഗമാണ്. അതായത് ഇനി നമ്മൾ എത്യോപ്യ കഴിഞ്ഞ് കെനിയയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളൊക്കെയാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്ന ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ എത്യോപ്യ, കെനിയ, ഉഗാണ്ട, സൗത്ത് സുഡാൻ ഈ രാജ്യങ്ങളുടെയൊക്കെ അതിർത്തി പ്രദേശത്ത് കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യണം കേട്ടോ. ഇപ്പോൾ താഴെ കാണുന്ന ഒരു നദി കണ്ടോ? ശരിക്കും ഒരു നദിയല്ല, അതൊരു തടാകമാണ്. ഇത് കെനിയയിലുള്ള തുർക്കാന എന്ന് പറയുന്ന ഒരു തടാകമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ ആകാശ കാഴ്ച ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ സ്ക്രീനിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ലൈവ് ലൊക്കേഷൻ കാണിക്കും. ഇതുണ്ടോ, ഭൂഖണ്ഡങ്ങളൊക്കെ താണ്ടി നമ്മൾ അന്റാർട്ടിക്ക ഭാഗത്തോട്ടൊക്കെ എത്തുന്ന അന്റാർട്ടിക്കയുടെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, അറ്റ്ലാന്റിക് ഓഷൻ ക്രോസ് ചെയ്ത് വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഭാഗത്ത് നേരം വെളുത്തതായിട്ട് കാണുന്നുണ്ട്. കണ്ടോ, നേരം വെളുത്തു. പക്ഷെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു കാഴ്ചയും കണ്ടിരിക്കുമ്പോൾ എയർ ഹോസ്റ്റസ് നമുക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. റൈസ് ഉണ്ട്, ബണ്ണുണ്ട്, പിന്നെ ചിക്കൻ കറിയാണ്. അതിൽ നല്ല ഫുഡാണ്. ഇപ്പോൾ നമ്മുടെ വിമാനം പോകുന്നത് കോങ്കോ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുകളിൽ കൂടിയാണ്. അതായത് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്കോള എന്ന് പറയുന്ന രാജ്യവും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലോട്ട് എത്തുകയാണ്. ദേ കാണുന്നതാണ് അറ്റ്ലാന്റിക് ഓഷൻ. അപ്പോൾ അതിന്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ഇനി ദീർഘ ദൂര യാത്ര നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ട, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് അറ്റ്ലാന്റിക് ഓഷന്റെ മധ്യഭാഗത്തായിട്ടാണ്. കണ്ട, അപ്പുറം ആഫ്രിക്കൻ ഭൂഖണ്ഡം, ഇപ്പുറം സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം. അപ്പോൾ ദേ സാവോപോളോയിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് രാത്രിയും പകലും ഒക്കെ കാണാട്ടെ. അതേ ഇന്ത്യയിൽ ഇപ്പോൾ രാത്രിയായി. അടിപൊളിയല്ലേ? പിന്നെ എൻ്റെ സീറ്റിന്റെ അടുത്തൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് 3 സീറ്റും കൂടി ഞാൻ എടുത്തിട്ട് നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഹെയർ ഹോസ്റ്റസ് കൊണ്ടുവന്നിട്ട് നമുക്ക് പേസ്റ്റും ബ്രഷൊക്കെ കൊണ്ടുവന്ന് തന്നു. അത് സൗകര്യമായി. ഇനിയിപ്പോൾ പല്ലേക്കാം.
അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് പല്ലൊക്കെ തേച്ചു, എല്ലാം സെറ്റായി, ഒന്ന് ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം ഉറങ്ങും. അതിനുശേഷം കുറച്ച് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന് കാണും, കുറച്ച് സിനിമയൊക്കെ കണ്ട് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ തീർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അറ്റ്ലാന്റിക് ഓഷനൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു കരഭാഗം തെളിഞ്ഞു വരുന്നത്. നമ്മളങ്ങനെ സൗത്ത് അമേരിക്കയിലെ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ബ്രസീലിന്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് കണ്ട, സൗത്ത് അമേരിക്കയിൽ നമ്മൾ എത്തി. എൻ്റെ പൊന്നോ, ഇത് ഏത് നദിയാണ്? ഇത് ആമസോൺ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. താഴെ ഒരു നദി കാണുന്നുണ്ട്, ആമസോണിന്റെ അറ്റം, അതായത് അറ്റ്ലാന്റിക് ഓഷനൊക്കെ ചെന്ന് ചേരുന്ന ഭാഗം ഏകദേശം അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു നദിയൊക്കെ ഒഴുകി പോകുന്നത് കാണാം. അതുപോലെ ചെറിയ നഗരങ്ങളും അതിൽ കൂടി നദി ഒഴുകുന്നുണ്ട്. ഇത് ബ്രസീലിലെ ഏതോ ഒരു നഗരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നഗരത്തിന് നടുക്ക് കൂടി ഒരു റിവർ ഒഴുകി പോകുന്നുണ്ട്. ആമസോൺ നദി ആണോ എന്ന് എനിക്കറിയത്തില്ല. അതുപോലെ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ ക്രാക്കായ പോലെ ഇരിക്കുന്നുണ്ട്. കണ്ട, ഇത് ശരിക്കും തണുപ്പത്ത് ഗ്ലാസ്സിൽ വരുന്ന ഒരു സംഭവം മാത്രമാണ്, ഗ്ലാസ് പൊട്ടിയതൊന്നുമല്ല. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പോകുമ്പോൾ ഇത് കണ്ട, ബ്രസീലിലെ കാടുകളും നദികളും മലനിരകളും ഒക്കെ കാണാം. ഈ മലനിരകൾക്കിടയിൽ ഏതൊക്കെയോ നഗരങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ഉണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. അതുപോലെ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകപ്രശസ്തമായ ഒരു സ്ഥലമാണ്. ഇതാണ് റിയോ ഡി ജനീറോ. ഇത് കണ്ട, റിയോ ഡി ജനീറോയിലാണ് ആ ഒരു ക്രൈസ്ത റിഡീമർ എന്ന് പറയുന്ന ആ ഒരു ക്രിസ്തുവിന്റെ പ്രതിമ, ലോകാത്ഭുതമായിട്ടുള്ള പ്രതിമ ഉള്ളത്. ഞാൻ സൂം ചെയ്ത് നോക്കി അത് കാണാൻ പറ്റുമെന്ന്. ആ കാണുന്ന മലനിരകളിൽ എവിടെയോ ആണ് ആ സംഭവം, പക്ഷേ സൂം ചെയ്തിട്ടും എനിക്കത് മനസ്സിലായില്ല. എൻ്റെ ഇത്രേ സൂമുള്ളൂ. അപ്പോൾ റിയോ ഡി ജനീറോയുടെ ഭാഗങ്ങളും നഗരങ്ങളൊക്കെയാണ് ആ ദൂരെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതും പിന്നിട്ട് നമ്മൾ യാത്ര പോകുമ്പോൾ കുറേ മേഘങ്ങൾക്കിടയിലോട്ട് കയറി. ആ മേഘങ്ങൾ മാറി വരുമ്പോൾ വേറൊരു നഗരഭാഗങ്ങളൊക്കെ കാണാം. നല്ല അടുക്കും ചിട്ടയുള്ള സ്ഥലം. ഇത് നോക്കി, നല്ല വൃത്തിയായിട്ടിരിക്കണല്ലോ ആ നഗരം സെറ്റ് ചെയ്തേക്കണ. ഈ പല രാജ്യങ്ങളും ഇങ്ങനെയാണ് കേട്ടോ, അടിപൊളിയായിട്ടാണ് അവർ നഗരാസൂത്രണമൊക്കെ പ്ലാൻ ചെയ്തേക്കണം. കണ്ടോ, അങ്ങനെ ബ്രസീലിന്റെ ആകാശ കാഴ്ചകളൊക്കെ കണ്ട് മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ സാവോ പോളോ ലക്ഷ്യമാക്കി നമ്മുടെ വിമാനം ഇങ്ങനെ പറക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാണുന്ന ഭാഗം നോക്കി, ഇത് ഡാം വല്ലതാണോന്ന് അറിയത്തില്ല, എന്തോ നല്ല രസമുള്ള സ്ഥലം. ശരിക്കും കേരളം ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കണം. ആകാശത്ത് കൂടി പറഞ്ഞാലേ നമുക്ക് അതിന്റെ ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ സീ പ്ലെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് ആക്റ്റീവായിട്ട് വരികയാണെങ്കിൽ ടൂറിസം ഒക്കെ വേറെ ലെവലിൽ പോവും. പക്ഷെ അത് സമരം ചെയ്ത് പൂട്ടിക്കാനാണ് സാധ്യത. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ദേ വീണ്ടും കുറേ മലനിരകളും ഏതൊക്കെയോ നഗരഭാഗങ്ങളൊക്കെ കാണാം. ഇപ്പൊ നമ്മൾ കാണുന്നത് സാവോ പോളോന്റെ നഗര ഭാഗങ്ങളൊക്കെയാണ്. കുറേ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലൈറ്റിന്റെ തന്നെ നിഴല് താഴെ കാണുന്നത്. അടിപൊളിയല്ലേ, നല്ല രസമുള്ള കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ ഫുള്ള് പച്ചപ്പാണെങ്കിൽ ആ പച്ചപ്പ് നിറഞ്ഞ കാടുകളൊക്കെ കഴിഞ്ഞ് നഗരം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇത് സാവോ പോളോ ഉണ്ടോ. സാവോ പോളോയിലെ കെട്ടിടങ്ങളും വീടുകളും ഒക്കെ കാണാം. വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ കൂടുതലും ഒരു നില 2 നില കെട്ടിടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഈ നിരന്ന് കാണുന്നത്. ഇത് ശരിക്കും ഒരു കുന്നും പ്രദേശമാണെന്ന് തോന്നുന്നു. അപ്പൊ ആ മലകളിലൊക്കെയാണ് ഇങ്ങനെ വീടുകളൊക്കെ നിൽക്കുന്നത്. റോഡുകളൊക്കെ കാണാം, കെട്ടിടങ്ങളൊക്കെ കാണാം. നമ്മൾ ഇതുവരെ വരാത്ത ഒരു നഗരമാണ് താഴെ കാണുന്നത്. എന്തായാലും ഈ ഒരു യാത്രയിൽ ബ്രസീൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അന്റാർട്ടിക്കയിലോട്ടാണല്ലോ പോകുന്നത്. അതാദ്യം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇത് കണ്ട, സാവോ പോളോയിലെ നഗര ഭാഗങ്ങളൊക്കെ കാണാം. ഈ ബ്രസീൽ പൊതുവെ ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു രാജ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്യാമറയൊക്കെ പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചുമ്മാ നടക്കാനാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും, ചുമ്മാ നടന്നാലും പ്രശ്നമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്ത് നടക്കാൻ പറ്റിയൊരു രാജ്യമല്ല. ഒരു ഗ്രൂപ്പിൻ്റെ ഒപ്പമാണ് പോകണമെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ ഗ്രൂപ്പായിട്ട് പോയാൽ അത്ര പ്രശ്നമില്ല. പക്ഷെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുള്ളൊരു രാജ്യം തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുണ്ടാവും, ചിലപ്പോൾ വെടിവെച്ച് കൊല്ലാനും സാധ്യതയുണ്ടോ, ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് വീഡിയോകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മൊത്തം നോക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, എന്നാലും നമ്മൾ ആ രാജ്യത്ത് എപ്പോഴെങ്കിലുമൊക്കെ പോകും. അങ്ങനെ നമ്മുടെ വിമാനം സാവോ പോളോ എയർപോർട്ടിലോട്ട് പയ്യെ ലാൻഡ് ചെയ്യുകയാണ്. ഏതാണ്ട് ഇനി ഒരു മണിക്കൂറോളം നമുക്ക് ഇവിടെ ലേ ഓവർ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്ലൈറ്റ് ഒന്നും മാറിക്കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി. ഇതേ ഫ്ലൈറ്റ് തന്നെ ഇനി അർജന്റീനയിലോട്ട് പോകും 1 മണിക്കൂറിന് ശേഷം. ഈ ഭാഗത്ത് കുറേ സൗത്ത് അമേരിക്കൻ ഫ്ലൈറ്റുകളാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ കാണാത്ത പേരുകളുള്ള ഫ്ലൈറ്റുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ 12 മണിക്കൂറിന് ശേഷം നമ്മൾ ഭൂമിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എത്യോപ്യയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത ശേഷം ഇപ്പോൾ ബ്രസീലിലോട്ട് വന്ന് ലാൻഡ് ചെയ്തു. സാവോ പോളോയിലാണ് ഇപ്പോൾ ഉള്ളത്.
12 മണിക്കൂറായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ അമേരിക്കയിലോട്ടൊക്കെ പോകുന്ന മലയാളികൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവരൊക്കെ ഇതൊക്കെ എന്ത് എന്ന് ചോദിക്കും. ഞാൻ ആലോചിക്കരുത്, അമേരിക്കയൊക്കെ പോകുന്നവർക്ക് എത്ര മണിക്കൂർ ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ കുത്തിയിരിക്കണമല്ലോ. എൻ്റെ പൊന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ തലോണയൊക്കെ ഉണ്ടല്ലോ 3 സീറ്റിൽ, ഈ തലോണയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിവിടെ നിവർന്നങ്ങ് കിടന്നു, സുഖമായിട്ട് കിടന്നു, ഒരു പ്രശ്നമില്ല. ഈ ഗ്ലാസ്സൊക്കെ അടച്ചതിന് മൊത്തം ഇരുട്ടാണ്, എല്ലാവരും ഗ്ലാസ് അടക്കും കുറച്ച് കഴിയുമ്പോഴേ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ആട്ടമൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഉറക്കം എന്നാലും അത്ര ശരിയൊന്നും ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ സുഖമായിട്ടങ്ങ് കിടക്കാൻ പറ്റി. പിന്നെ 2 നേരം ഫുഡ് ഉണ്ട്, പിന്നെ വെള്ളം ചോദിച്ചാൽ കിട്ടും, ജ്യൂസ് വേണോ അത് കിട്ടും, എല്ലാ സാധനവും തരുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രസീലിലെ സാവോ പോളോയിലാണ്. ഇവിടെ 1.5 മണിക്കൂറുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ ലേ ഓവർ ഉണ്ട്. നമുക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല, ചെക്ക് ഇൻ ചെയ്യാനൊന്നും വേണ്ട, ജസ്റ്റ് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി. 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇനി ഇതേ ഫ്ലൈറ്റ് ബ്യൂണസ് എയർസിലേക്ക് പോകും. ബ്യൂണസ് എയർസിലേക്ക് ഇനി 3 മണിക്കൂറുണ്ട് യാത്ര. ടോട്ടൽ 10-18 മണിക്കൂർ എടുക്കും. എൻ്റെ പോലെ വയ്യ. ഞാൻ ആലോചിക്കരുത്, അറ്റ്ലാന്റിക് ഓഷനൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് വന്നേക്കണം. ഞാൻ ആദ്യമായിട്ട് അറ്റ്ലാന്റിക് ഓഷനൊക്കെ കാണാന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് കുറച്ച് കാണാം, അത്രേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. എൻ്റെ പോലെ ഇനി എപ്പോൾ എത്താനാ? ഇപ്പോൾ ഇവിടുത്തെ സമയം 4 മണി കേട്ടോ, ബ്രസീൽ ടൈം 4 മണി. നമ്മൾ ആക്ച്വലി ബ്രസീലിൽ വെളുപ്പിനെ ആയപ്പോഴാണ്, അതായത് ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടതാണ്. ഇവിടെ വൈകുന്നേരം ഇപ്പോൾ എത്തി. അപ്പോൾ ഈ സാവപ്പോളയിലെയും അതുപോലെ ബ്യൂണസ് എയർസിലൊക്കെ സമയം സെയിം ആണ് കേട്ടോ. ഈ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞിട്ട് വിമാനങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ടാ ഒരു ലോഡ് ആൾക്കാർ, 1-2 പേരൊന്നുമല്ല, ഒരു 10-15 പേരെങ്കിലും കാണും. ഓരോരോ സെക്ഷനാണ്. ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓരോ ആൾക്കാർ, പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ മാറാനായിട്ട് അടുത്ത ആൾക്കാർ വരുന്നു, താഴെ ക്ലീൻ ചെയ്യുന്നു, അതടുത്ത സെക്ഷൻ. അങ്ങനെ കുറേ ആളുകൾ മാറി ഓരോ വർക്കിന് വേണ്ടി വരാനിട്ടാ. ഇതിപ്പോൾ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോവാണ്. അപ്പോൾ അത് അടുത്ത ടേക്ക് ഓഫിന് സമയമായിട്ടുണ്ട്. എത്ര ടേക്ക് ഓഫ് ആയല്ലേ? കൊച്ചിയിൽ നിന്ന് വരണം, ഡൽഹിയിൽ നിന്ന് വരണം, എത്യോപ്യയിൽ നിന്ന് വരണം, ബ്രസീലിൽ നിന്ന് വരണം. എൻ്റെ തന്നെ 3 ഫ്ലൈറ്റും 4 ടേക്ക് ഓഫും. അങ്ങനെ അവസാനത്തെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. എത്ര മണിക്കൂറായി എൻ്റെ മുന്നേ? ഇനി ഇവിടുന്ന് 3 മണിക്കൂറേ. തിരിച്ചിനി ഇതേപോലെ തന്നെയാണ് പോകേണ്ടത്. നല്ല ലോങ്ങാണല്ലേ, എന്താ പൊന്നോ, ഇരുന്നൊരു വഴിയായി. എന്തായാലും എത്തട്ടെ. നല്ല ക്ഷീണമുണ്ട്. നാളെ മിക്കവാറും റെസ്റ്റ് എടുത്ത് എന്നിട്ടൊന്ന് ഉറങ്ങണം. നമ്മൾ ന്യൂസിലാൻഡ് പോയപ്പോൾ ഒരു പണി കിട്ടിയതാണ്, ജെറ്റ് ലാഗ്. കാരണം ന്യൂസിലാൻഡ് 7.5 മണിക്കൂർ വ്യത്യാസം ഉണ്ടായി. ഈ ബ്രസീലും അതുപോലെ ബ്യൂണസ് എയർസ് അർജൻറ്റീനയൊക്കെ 8.5 മണിക്കൂർ വ്യത്യാസം. അപ്പോൾ കുറച്ചും കൂടി കൂടുതലാവും. അപ്പോൾ എന്തായാലും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നാളെ ഒരു ദിവസം കിടന്ന് ഉറങ്ങാനാണ് എൻ്റെ പ്ലാൻ. നോക്കട്ടെ, ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് കറങ്ങാറാം, ഇല്ലെങ്കിൽ കിളി പോയിട്ടിരിക്കും, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മുടെ വിമാനം ബ്രസീലിലെ സാവോ പോളോയിൽ നിന്നും ലേ ഓവറൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ കയറ്റി നേരെ ഇനി അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയർസിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ബ്രസീൽ കഴിഞ്ഞ് ഉറുഗ്വായ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, അതും പിന്നിട്ടാണ് നമ്മൾ അർജന്റീനയിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അർജന്റീനയുടെ ആകാശത്താണ്. അർജന്റീനയാണ് താഴെ കാണുന്നത്. ബ്യൂണസ് എയർസ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര ക്ലൗഡാണ് പുറത്തെ, ഇതുണ്ട. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ കിടുങ്ങിയ മനുഷ്യന് തലവേദന എടുക്കണം, വയറുവേദന എടുക്കണം. അയ്യോ, വല്ലാത്ത അവസ്ഥ ഇത്. കട്ടിൽ കണ്ടാൽ മതി, നേരെ ഉറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. ഒരു വഴിയായിട്ടാണ് ട്രാവൽ ചെയ്ത് ഇത്രയും ലോങ് അല്ലേ, ഭയങ്കര കിടുക്കാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. കണ്ട ഇത് കണ്ട, തൊട്ടപ്പുറത്ത് കാണുന്നത് മഴ പെയ്യുന്നതാണ്. അടിപൊളി. കാർമേഘത്തിൽ നിന്ന് നേരെ താഴത്തോട്ട് മഴ പെയ്യണ്. ആഹാ, അർജന്റീനയിൽ വന്നപ്പോൾ തന്നെ കാണുന്ന കാഴ്ചയുണ്ടത്. താഴെ കുറേ കൃഷിപ്പാടങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, ഇരുട്ടായി തുടങ്ങിയേട്ടാ. സമയം 7:30. അർജന്റീന സമയം 7:30. ഇപ്പോഴാണ് സൂര്യനൊക്കെ അസ്തമിച്ചതെന്ന് തോന്നണം. നമ്മുടെ വിമാനം സഞ്ചരിക്കുന്നത് മഴമേഘങ്ങൾക്ക് ഒപ്പുവാണ്. അത് നോക്കി, മഴ പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. താഴെ കുറേ കൃഷിപ്പാടങ്ങളും ഒക്കെ കാണാം. നല്ല ഭംഗിയുള്ള കാഴ്ച. അർജന്റീനയിലേക്ക് വന്നപ്പോൾ തന്നെ നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ട, ഈ ഭാഗം നോക്കുമ്പോൾ കൃഷിപ്പാടങ്ങൾ കാണാം. ദൂരെ മഴ പെയ്യുന്നു. ഇതിൻ്റെ ഇപ്പുറത്ത് കുറേ നഗര ഭാഗങ്ങളും കെട്ടിടങ്ങളും ഒക്കെ കാണാം. ഇത് കണ്ട, നല്ല
അടുക്കും ചിട്ടയിലുമാണ് ഇവർ ഈ നഗരമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ബ്രസീലിലും കണ്ടു, അർജൻറ്റീനയിൽ വന്നപ്പോഴേ അവിടെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു വികസ്വര രാജ്യമാണ്, ഒരു വികസിത രാജ്യമല്ല. ഇത്രയും പ്രശ്നമുള്ള രാജ്യങ്ങളിലാണെങ്കിലും ഇവിടുത്തെ നഗരാസൂത്രണമൊക്കെ അടിപൊളി. കളമായിട്ടാണ് ഓരോ ലാൻഡുകൾ ഇരിക്കുന്നത്. വീടുകളൊക്കെ വെച്ചേക്കുന്ന എല്ലാം ഓരോ സ്ട്രെയിറ്റ് രേഖയിലൊക്കെ. ഈ ഭാഗത്തൊന്നും കെട്ടിടങ്ങളില്ല. നമ്മൾ പയ്യെ ലാൻഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ മെസ്സിയുടെ നാട്ടിലേക്ക്, മറഡോണയുടെ നാട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ ടയർ കുത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം നമ്മളും കാല് കുത്തുന്നതായിരിക്കും. കാല് കുത്തോ ഇല്ലേ എന്നുള്ളതൊന്നും പറയാറായിട്ടില്ല. നമുക്ക് ഇമിഗ്രേഷനും ഒക്കെ കഴിയട്ടെ, നോക്കാം, എന്നിട്ട് പറയാം കാല് കുത്തിയത്. വന്നിറങ്ങിയപ്പോൾ തന്നെ നെഗറ്റീവ് അടിക്കാന്ന് വിചാരിക്കരുത്, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. നമ്മളപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇനി നേരെ ഇമിഗ്രേഷനിലോട്ടാണല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, 2 ഞാൻ ചെറുപ്പമാണ്, 3 ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നു. അതൊക്കെയാണ് എൻ്റെ ഡ്രോബാക്ക്, മനസ്സിലായോ? ഭയങ്കര പ്രശ്നമാണ് അത്. നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കും, പക്ഷേ ഇത്തരം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നം. അതെന്താ റീസൺ എന്ന് വെച്ചാൽ, ഒരുപാട് ആൾക്കാർ ഈ അമേരിക്കയിലോട്ട് ഇല്ലീഗലായിട്ട് കയറാനായിട്ട് ശ്രമിക്കുമല്ലോ. അതായത് അവിടെ എന്താണ് അഭയാർത്ഥികളായിട്ട് പോകാനൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം ചെയ്യലും ഭയങ്കര സംഭവമായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് എത്യോപ്യയല്ല, ഡൽഹി എയർപോർട്ടിൽ നല്ല ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ അത് അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചു, അവർക്ക് മനസ്സിലായി നമ്മൾ ജെന്യുവൻ ട്രാവലറാണെന്ന് മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല. അതേപോലെ പക്ഷേ എല്ലാ സ്ഥലത്തുണ്ട്, പ്രത്യേകിച്ച് ഈ സൗത്ത് അമേരിക്കൻ കൺട്രിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ, പിന്നെ തുർക്കിയിലോട്ട് യാത്ര ചെയ്യുമ്പോൾ, യൂറോപ്പിലോട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇത്തരം രാജ്യങ്ങളിലോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ചോദ്യം ചെയ്യലായിരിക്കും. എന്തായാലും നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്ന്. എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ സമയം രാത്രി 8:30 നമ്മളൊരു 8:15 ഇവിടെ ലാൻഡ് ചെയ്തേക്കണം. ഞാനൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ടാണ് ഇപ്പോൾ നടക്കണം. വഴിയിലൊന്നും ആരുമില്ല, എല്ലാവരും പോയിന്ന് തോന്നുന്നു. ഇവിടെ അധികം തിരക്കില്ലാത്തൊരു എയർപോർട്ടാണെന്ന് തോന്നുന്നത്, ചെറിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നിയത്. എയർപോർട്ട് അത്യാവശ്യം വലിപ്പമുണ്ട്, പക്ഷേ വലിയ തിരക്കും ബഹളമൊന്നുമില്ല. പക്ഷേ സാവോ പോളോയിലൊക്കെ എന്തോരം ഫ്ലൈറ്റാണ് കിടന്ന് വെച്ചാൽ. ഇതൊരു ക്യാപിറ്റൽ സിറ്റിയാണ്, അതായത് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. പക്ഷേ അവിടെ ഞാൻ വിചാരിച്ചത്ര ഒരു തിരക്കൊന്നുമില്ല. ഇത് ബ്യൂണസ് ഐറസ് എന്നാണ് എഴുതിയേക്കണം, അല്ലല്ല വേറെ എന്തെണ്ണമുള്ള. ഇത് അർജൻറ്റീന, അർജൻറ്റീന എഴുതിയിട്ടുണ്ട്. അയ്യോ, അങ്ങനെ അർജൻറ്റീനയിൽ വന്നേക്കണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവം ഉണ്ടായില്ല. ആകപ്പാടെ അവർ ചോദിച്ചു ഹോട്ടൽ ബുക്കിംഗ് ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പേരെന്തോ എനിക്ക് തോന്നുന്നു അവിടെ അടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് പോയി, അത്രേ ഉള്ളൂ. സീലടിച്ചു, എൻ്റെ പാസ്പോർട്ടിൽ അർജൻറ്റീന സീല് വന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഒരു 10 മിനിറ്റ്, അത്രേ ഉള്ളൂ. പ്രതീക്ഷ പോലെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇതിൻ്റെ പുറകിലേ ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് പൈസ, എൻ്റെ ഡോളർ ഇപ്പോൾ ടാക്സിക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ചെറിയൊരു $100 വല്ലതും മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ അതിന് മുമ്പൊരു പെണ്ണുമ്പുള്ള തെറിയും പറഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി അവർ മുഖത്തോട്ട് പോലും നോക്കണില്ല, ഒരു റെസ്പോണ്ട് ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ലേഡി. വരുന്നവരൊക്കെ തെറിയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ മൊത്തത്തിൽ കോമഡി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വഴിയെ പറയാം എൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ കറൻസി എക്സ്ചേഞ്ച് എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെ നല്ല തിരക്കാണ് ഇന്ന്. ഇപ്പോൾ സമയം 9 മണിയായി, പുറത്തിറങ്ങിയപ്പോൾ 9 ആയി. എക്സിറ്റ് അവിടെ എങ്ങണ്ട. ഇവിടെ വേറൊരു കുഴപ്പമുണ്ട്, ഇവിടെ പലർക്കും ഇംഗ്ലീഷ് അറിയില്ല. പലർക്കുമല്ല, മിക്കവർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ പറയണമെന്നും മനസ്സിലാവില്ല. അപ്പോൾ അവസാനം ഞാൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് ചോദിച്ചു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചല്ല, അവർ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ എനിക്ക് മനസ്സിലാവണം, അവർക്കും അറിയില്ല. ഇവിടെ സ്റ്റാർബക്സ് ഉണ്ടാവും. ആ സ്റ്റാർബക്സിൻ്റെ തൊട്ടപ്പുറത്ത് 1-2 ഷോപ്പുകളുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു $100 മാറ്റിയപ്പോൾ 80,000 പെസോ കിട്ടി. 1000ത്തിൻ്റെ നോട്ട് 80 എണ്ണം, ഒരു കെട്ട് നോട്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ റൂമിലെത്തിയിട്ട് കാണിച്ചു തരാം. അയ്യോ, ഇവിടെ ലാംഗ്വേജ് കുറച്ച് പ്രശ്നമുണ്ട്. ഇവിടെ സ്പാനിഷാണേ, ഇത് ഡാൻസൊക്കെ. ഇവിടെ സ്പാനിഷാണ് ലാംഗ്വേജ്, കുറച്ച് പ്രശ്നമാണ്. നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരുമെന്നാണ് തോന്നണം. അപ്പോൾ ഞാൻ ഇനി ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ യൂബർ വിളിക്കുക. യൂബർ വിളിച്ചിട്ട് നമ്മൾ ഹോട്ടലിലോട്ട് പോകാം. ഇവിടെ യൂബർ ഉണ്ട്, അതുകൊണ്ട് സുഖമാണ്. നമ്മൾ ഈജിപ്തൊക്കെ പോയപ്പോൾ യൂബർ വിളിച്ചല്ലേ പോയത്. അപ്പോൾ യൂബർ വിളിച്ചങ്ങ് പോവാം. അപ്പോൾ യൂബർ വിളിച്ചു. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ യൂബറുകാരൻ വന്നു.
വണ്ടിയൊക്കെ തപ്പിപ്പിടിക്കാൻ വലിയ പാടാണ്. പുള്ളി നല്ല സ്പാനിഷാണ് സംസാരിക്കുന്നത്, ഒരു തരി പോലും ഇംഗ്ലീഷ് അറിയില്ല. പക്ഷേ യൂബറിൽ ഓൾറെഡി ഗൂഗിൾ മാപ്പ് കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അയാൾ കൊണ്ടുപോയി ആക്കിക്കോളും നമ്മുടെ ഹോട്ടലിലോട്ട്. പിന്നെ ഞാനിവിടെ സിം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അത് ഞാൻ പല സ്ഥലത്ത് പോയി ചോദിച്ചു. അപ്പോൾ പലരും പല ഭാഗത്തോട്ട് പറഞ്ഞു വിട്ട് തന്നെ അവിടെ പോയി ചോദിക്കും ഇവിടെ പോയി ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്ത് പോയി ഞാൻ ചോദിച്ചു എയർപോർട്ടിൻ്റെ ഉള്ളിൽ. അവസാനം ഒരു ചേച്ചി പറഞ്ഞു ഇവിടെ ഒന്നും സിമ്മില്ല, സിറ്റിയിലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, നേരെ യൂബർ വിളിച്ച് ഇനി ഹോട്ടലിലോട്ട് പോവാം. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ പണിയാവും. സിം എന്തായാലും നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. തൽക്കാലം യൂസ് ചെയ്യാനായിട്ട് എൻ്റെ സിം തന്നെ ഉണ്ട്, ഓൾറെഡി നമ്മുടെ ഇന്ത്യൻ സിം റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഇൻ്റർനെറ്റും കോളൊക്കെ കിട്ടും, തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് ഒരു 32 കിലോമീറ്റർ ഉണ്ട്. ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ സിറ്റിയിലോട്ട് എത്തും. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല, വലിയ ലോങ് ജേണിയാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ഇനി നേരെ കാട്ടിൽ കണ്ട അപ്പം കിടക്കും, അതാണ് അവസ്ഥ. പിന്നെ ഈ ടാക്സിക്ക് 14,000 പെസോ ഉണ്ടായേക്കണം, ഇന്ത്യൻ മണി ഒരു 1,400 വരും. അപ്പോൾ നേരെ ഹോട്ടലിലോട്ട് ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ. ബൈ.